വിഭാഗങ്ങളാണ് ലോകത്തിലെ മുസ്ലിം തീവ്രവാദികളുടെ ഇന്റലക്ച്വൽ സോഴ്സ് എന്ന് പറയുന്നത്, ബുദ്ധിപരമായ ഉറവിടം എന്ന് പറയുന്നത് ഇതാണ്. അതിൽ മൗലാന മൗദൂദി, ഞാൻ ഇന്ന് ഒരു യാത്രക്കിടയിൽ ഒരു കുത്തുബയിൽ കയറുകയുണ്ടായി. അവിടെയും മൗദൂദിയുടെ ആശയങ്ങൾ പറയുന്നത് വളരെ സരസമാം വിധത്തിൽ അങ്ങനെ ഒരു ചിന്തയോടുകൂടിയാണ് എനിക്ക് കേൾക്കാൻ കഴിയുന്നത്. നമ്മൾ ഇതൊക്കെ പുറത്ത് പറയുമ്പോഴും അതിൽ പറഞ്ഞൊരു കാര്യമുണ്ട്, ഷിർക്കിനെ കുറിച്ചാണ് പ്രസംഗമുണ്ടാകുന്നത്. അതിൽ പറഞ്ഞു, ഇവിടെ പലരും പറയുന്നത് പോലെയല്ല ഷിർക്ക്. ഷിർക്കെന്ന് പറഞ്ഞാൽ ഭരണകൂടമാണ്. ഏത് ഭരണകൂടം? ഇന്ത്യയാണെങ്കിൽ ഇന്ത്യയുടെ ദേശീയത. വളരെ മനോഹരമായി മിമ്പറിൽ കയറിയ ഒരു പണ്ഡിതൻ ജമാഅത്തെ ഇസ്ലാമിയുടെ പള്ളിയാണ്. മനോഹരമായി ഇന്നത്തെ ഖുതുബയിൽ ഞാൻ കേട്ടതാണ്, ദേശീയത ഷിർക്കാണ്. ഒരു വിശ്വാസിയുടെ ഏറ്റവും ശക്തമായ പോരാട്ടങ്ങളിൽ അവൻ രൂപപ്പെടുത്തേണ്ടത് ഷിർക്കിനെതിരെയാണ്. ഷിർക്ക് ജീവിതത്തിൽ കടന്നുകൂടുന്നവന് സ്വാഭാവികമാണ്. ആ ഷിർക്ക് എന്ത് എന്നതിൽ പലർക്കും അഭിപ്രായ വ്യത്യാസമുണ്ടാകാം. പക്ഷേ മുസ്ലിങ്ങൾ മുഴുവൻ ഒരുമിച്ച് വിശ്വസിക്കുന്ന ഒരു കാര്യം, ഷിർക്ക് ചെയ്യുന്നവൻ ഇസ്ലാമിന്റെ പുറത്താണെന്നാണ്. അപ്പൊ വിശ്വാസി ഷിർക്കിനെതിരെ യുദ്ധം ചെയ്യാൻ ബാധ്യതയുണ്ട്. ഷിർക്ക് ഏത് എന്നതിൽ തർക്കമുണ്ടാകാം, ഞാൻ അതിലേക്ക് കടക്കണില്ല. പക്ഷേ ഇവിടെ പറയുന്നത്, ഒരു പള്ളിയുടെ മിമ്പറിൽ കയറി പറയുന്നത് ഷിർക്ക് ദേശീയതയാണ്, ബഹുസ്വരതയാണ്. എന്ന് വെച്ചാൽ 2013 ഈ നവംബർ 1-ാം തീയതിയിലെ കുത്തുബകളിൽ പോലും അതിഭീകരമാം വിധത്തിലുള്ള തീവ്രവാദങ്ങൾ പ്രചരിപ്പിക്കുന്ന നിരവധി പള്ളികളോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ആശയങ്ങളോ കേരളക്കരയിൽ ഇന്ത്യയിൽ ഒടുക്കെയുണ്ട്. ഇത് പുതുതായി ആരും കണ്ടുപിടിച്ചതൊന്നുമല്ല. മുസ്ലിങ്ങളുടെ പേരിൽ ഒരു സെമിനാർ തട്ടിക്കൂട്ടി പിണറായി വിജയൻ കാണാതെ പഠിച്ച പ്രസംഗം പുസ്തകത്തിൽ നോക്കി വായിക്കുമ്പോൾ കണ്ടുപിടിച്ചതല്ല ജമാഅത്തെ ഇസ്ലാമിയെ ഞങ്ങൾ 947 മനസ്സിലാക്കിയിട്ടുണ്ട്. പിണറായിയുടെ തലയിൽ വെളിച്ചം കയറാൻ ഇപ്പൊ ഈ 2013 വേണ്ടി വന്നു. ഞങ്ങൾക്കത് വേണ്ട. 948 ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ഉണ്ടാക്കുമ്പോ ഇന്ത്യയിലെ 3 ആശയധാരകളോട് സമരം ചെയ്താണ് ഒരുപക്ഷെ ഇന്ത്യയിൽ മുസ്ലിം ലീഗ് ജയിച്ചു വരുന്നത്. 2 ആശയ സമരങ്ങളോട്, ഒരുപക്ഷെ 3 ആശയധാരകളാണ് ഇന്ത്യയിലെ മുസ്ലിങ്ങൾക്ക് മുമ്പിൽ ഉണ്ടായിരുന്നത്. ഒന്ന് മൗലാന മൗദൂദിയുടെ രാഷ്ട്രീയ വീക്ഷണം എന്ന് വെച്ചാൽ ഈ രാജ്യം എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞ പോലെ ദേശീയത, അത് ഷിർക്കാണ്, അതിനെതിരെ യുദ്ധം ചെയ്യണം മുസ്ലിങ്ങൾ. ബഹുസ്വരത കാപട്യമാണ്. മുസ്ലിങ്ങൾ മാത്രം ഭരിക്കുന്ന ലോകമല്ലാത്ത ഒരു ലോകം ശാശ്വതമല്ല. ഇസ്ലാമിക വിധിവിലക്കുകൾ നടപ്പിലാക്കാത്ത ലോകത്ത് ജീവിക്കുന്നവൻ അധാർമികതയിൽ ജീവിക്കുന്നവനാണ്. അവൻ ശ്വസിക്കുന്നത്, അവൻ കുടിക്കുന്നത്, അവൻ കഴിക്കുന്നത്, അവൻ സംസാരിക്കുന്നത് പോലും അവൻ അബദ്ധമാണ്, അനിസ്ലാമികമാണ്. അതുകൊണ്ട് ഇസ്ലാമിക രാജ്യം ഉണ്ടാവുന്നത് വരെ നിരന്തരമായ പോരാട്ടത്തിൽ പങ്കാളിയാവുക എന്ന് മനുഷ്യനെ പ്രേരിപ്പിക്കുന്ന, ചിന്തിപ്പിക്കുന്ന അവന്റെ മറ്റെല്ലാ ബാധ്യതകളെയും, അവന്റെ സാമൂഹ്യ പ്രതിബദ്ധതയുടെ നിരവധി ബാധ്യതയുണ്ട്. അവന്റെ അയൽക്കാരൻ പട്ടിണി കിടക്കുമ്പോ, അവന്റെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമ്പോ, മുസൽമാൻ എന്നതിന്റെ പേരിൽ അവന്റെ കാനേഷുമാരി ദുരിതങ്ങൾ അനുഭവിക്കുമ്പോ, അവനെ സർക്കാർ സർവീസുകളിൽ നിന്ന് മാറ്റി നിർത്തുമ്പോ, അവന്റെ വിഭാഗങ്ങൾക്ക് ദുരിതങ്ങൾ ഉണ്ടാകുമ്പോഴൊന്നും കണ്ണടച്ചു നിൽക്കുക. അതൊന്നും നിന്റെ ബാധ്യതയല്ല. നിന്റെ ബാധ്യത ഇസ്ലാമിക രാഷ്ട്രം ഉണ്ടാക്കൽ മാത്രമാണ് എന്നവനെ ബോധിപ്പിക്കുന്ന മൗദൂദിയുടെ നിരീക്ഷണം. മറുഭാഗത്ത് അബുൽ കലാം ആസാദിനെ പോലെ, അബുൽ കലാം ആസാദ് അലി ശരീഅത്തിയുടെയും അതുപോലെ തന്നെ മൗലാന മൗദൂദിയുടെയും സയ്യിദ് ഖുത്ബിന്റെയും ആശയങ്ങളോട് ആഭിമുഖ്യമുള്ള ആളായിരുന്നു നേരത്തെ. എന്നാൽ അഗാധമായ ഇസ്ലാമിക പാണ്ഡിത്യം ഉണ്ടായിരുന്നു മൗലാന അബുൽ കലാം ആസാദിന്. അതുകൊണ്ട് അദ്ദേഹം അതിലെ കാപട്യങ്ങൾ തിരിച്ചറിഞ്ഞു. ആ തിരിച്ചറിവ് അബുൽ കലാം ആസാദിനെ ഇന്ത്യ എന്ന രാജ്യത്തോട് അഭിനിവേശമുള്ള ഒരു നല്ല മുസൽമാനാക്കി മാറ്റുകയുണ്ടായി. വിശുദ്ധ ഖുർആനിന് തഫ്സീർ എഴുതിയിട്ടുള്ള മഹാപണ്ഡിതനാണ് അബുൽ കലാം ആസാദ്, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ വലിയ നേതാവ്. പക്ഷെ ആസാദിന്റെ വീക്ഷണം മറ്റൊന്നായിരുന്നു. ഇന്ത്യ ജമാഅത്തെ ഇസ്ലാമി പറയുന്നത് അബദ്ധമാണ്, മൗദൂദിയുടെ വീക്ഷണം തെറ്റാണ്. പക്ഷേ ഇന്ത്യയിൽ മുസ്ലിങ്ങൾ ഒരു ബ്ലോക്കായി നിന്നുകൂടാ. അവർ ഇന്ത്യയിലെ നിരവധി പാർട്ടികളുണ്ട്, അതിലൊക്കെ പോട്ടെ, കോൺഗ്രസിൽ ചേരട്ടെ, ദേശീയ പാർട്ടികളിൽ ചേരട്ടെ, വിവിധ തലങ്ങളിലേക്ക് അവർ പോകട്ടെ. എന്തിനാണ് അവർ ബ്ലോക്കായി നിൽക്കുന്നത് എന്ന് പറയുന്ന ഒരു നിരീക്ഷണം, അത്രമേൽ വലിയ ഭീകരതയും തെറ്റൊന്നുമല്ലാത്ത ഒരു നിരീക്ഷണം അബുൽ കലാം ആസാദ് മുന്നോട്ട് വെച്ചു. വലിയ പണ്ഡിതൻ. മൂന്നാമത്തെ നിരീക്ഷണമാണ് ഖായിദ മില്ലത്ത് മുഹമ്മദ് ഇസ്മായിൽ സാഹിബിന്റെ നിരീക്ഷണം എന്ന് പറയുന്നത്. ഇസ്മായിൽ സാഹിബ് പറഞ്ഞു, അബുൽ കലാം ആസാദിനോട് ചേർന്ന് നിന്നുകൊണ്ട് ഇസ്മായിൽ സാഹിബ് പറഞ്ഞു, ഇന്ത്യ, അതുപോലെ ഈ രാജ്യത്തിന്റെ മതേതരത്വം, ഈ രാജ്യത്തിന്റെ സോഷ്യലിസം, ഈ രാജ്യത്തിന്റെ ഡെമോക്രസി, ഈ രാജ്യം എന്ന് പറയുന്ന നമ്മൾ ഒരുപാട് സമരം ചെയ്ത് നമ്മൾ നേടിയെടുത്ത ഇന്ത്യയുടെ സ്വാതന്ത്ര്യം, അത് പരിരക്ഷിക്കാൻ ഒരു മുസൽമാന് അവന്റെ വിശ്വാസത്തോടനുസൃതമായി നിൽക്കുന്ന ബാധ്യതയുണ്ട്. ഞാനൊരു മുസ്ലിം എന്ന് അഭിമാനത്തോടെ പറയണമെന്നുണ്ടെങ്കിൽ ഞാനൊരു ഇന്ത്യക്കാരൻ എന്നതിലേക്ക് എന്റെ പ്രൗഡ് അതിന്റെ കൂടെ ചേർത്ത് വെക്കണം എന്ന് പഠിപ്പിച്ചു മഹാനായ ഖായിദ മില്ലത്ത് മുഹമ്മദ് ഇസ്മായിൽ സാഹിബ്. ഈ 3 നിരീക്ഷണങ്ങൾ ഇന്ത്യയിൽ ഉണ്ടായി.
ഈ നിരീക്ഷണങ്ങളിൽ അബുൽ അഅ്ല മൗദൂദിയുടെ നിരീക്ഷണം നമുക്കൊക്കെ അറിയാവുന്നതുപോലെ ആ നിരീക്ഷണത്തിന് ചരിത്രപരമായി സംഭവിച്ച അപാകതകളൊക്കെ നമുക്കറിയാം. ഞാൻ അതിനോട് വിശദീകരണം ആവശ്യമില്ല. മൗദൂദിയുടെ ജമാഅത്തെ ഇസ്ലാമി അല്ല. ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലെ അങ്ങനെയൊന്നും രംഗത്തു കാണാൻ കഴിയാത്ത വണ്ണമുള്ള ഒരു ചിന്ത മാത്രമായി രാജ്യത്ത് നിറഞ്ഞു നിൽക്കുന്ന ഒരു സംഘടന മാത്രമാണ്. പക്ഷെ മൗദൂദിയുടെ ആശയങ്ങൾ കടമെടുത്ത സിമിയാവട്ടെ, നിരവധി സംഘടനകൾ എന്തിന് രാജ്യത്ത് അവസാനം വന്നിരിക്കുന്ന NDF, SDPI എന്നൊക്കെ പറയുന്ന സംഘടനകൾ അടക്കമുള്ള അൽ ഉമ്മ അടക്കമുള്ള ഇന്ത്യയിൽ, ലോകത്ത് നിരവധി രാജ്യങ്ങളിൽ, എന്നാൽ ഇന്ത്യ മഹാരാജ്യത്ത് നിരവധി സംഘടനകൾ അബുൽ അഅ്ല മൗദൂദിയുടെ ആശയം കടമെടുത്തു വന്നു. പതുക്കെ ജമാഅത്തെ ഇസ്ലാമി അവന്റെ മുഖം തേച്ചു മിനുക്കി രാജ്യത്തുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന വിധത്തിലേക്ക് അവർ മാറിയെങ്കിൽ, എന്നാൽ മൗദൂദിയുടെ ആശയം രാജ്യത്ത് നിരന്തരമായി ഒരു പ്രശ്നമായി നിലനിന്നു. അത് നമുക്കറിയാം. ഇന്ത്യയുടെ മൊത്തം ചിത്രം എടുത്താൽ നമുക്കറിയാവുന്നതാണ്. ഞാൻ വിശദീകരിക്കുന്നില്ല. രണ്ടാമത്തത് അബുൽ കലാം ആസാദിന്റെതാണ്. അബുൽ കലാം ആസാദിന്റെ നിരീക്ഷണം തെറ്റായിരുന്നു എന്നത് സച്ചാർ കമ്മീഷൻ റിപ്പോർട്ട് ഔദ്യോഗികമായി ഇന്ത്യയോട് പറഞ്ഞതാണ്. ഒരു വിശദീകരണം അതിന് ആവശ്യമില്ല. കാരണം ഔട്ട് ഓഫ് കേരളത്തിന് പുറത്തുള്ള ഇന്ത്യയിലെ മുസ്ലിങ്ങളുടെ ഒരുപാട് കൊല്ലക്കാലത്തെ ജീവിത സാഹചര്യങ്ങളെ കൃത്യമായി അപഗ്രഥനം ചെയ്യുന്ന ഔദ്യോഗിക കണക്കാണ് സച്ചാർ കമ്മീഷൻ റിപ്പോർട്ട്. അവർ പറഞ്ഞു, ബീഹാറിൽ രക്ഷയില്ല, ഉത്തർപ്രദേശിൽ രക്ഷയില്ല, കൽക്കട്ടയിൽ ഡൽഹിയിൽ രക്ഷയില്ല, മഹാരാഷ്ട്രയിൽ രക്ഷയില്ല, തൊട്ടടുത്ത തമിഴ്നാട്ടിൽ അത്രമേൽ മെച്ചമല്ല, കർണാടക തീരെ പോരാ, ബംഗാൾ ഇന്ത്യയിൽ ഏറ്റവും പിറകിൽ നിൽക്കുന്നത് എന്നൊക്കെ വിശദീകരിച്ചുകൊണ്ട് ഈ ലോകത്തിലെ രണ്ടാമത് മുസ്ലിങ്ങൾ പാർക്കുന്ന ഇന്ത്യയുടെ മണ്ണിലെ മൈനോറിറ്റീസ് മുസ്ലിങ്ങൾ അവർക്ക് ഒരു രക്ഷയും ഉണ്ടായില്ല എന്ന് പറഞ്ഞു വെക്കുന്നിടത്ത്, അവന്റെ കോടിക്കണക്കിന് രൂപയുടെ വഖഫ് സ്വത്തുക്കൾ നഷ്ടപ്പെട്ടിരിക്കുന്നു എന്ന് വിശദീകരിക്കുന്നിടത്ത് വ്യക്തമായി സച്ചാർ കമ്മീഷൻ റിപ്പോർട്ട് പറഞ്ഞു, ഇന്ത്യയിൽ മികച്ചു നിൽക്കുന്ന ഏക മുസ്ലിങ്ങൾക്ക് ഇത്തിരി ആശ്വസിക്കാൻ കഴിയുന്ന സ്റ്റേറ്റ് കേരളമാണ്. എന്ന് വെച്ചാൽ ഖൈരമിലത്ത് മുഹമ്മദ് ഇസ്മായിൽ സാഹിബിന്റെ നിലപാടുകളുടെ ചേർന്നുന്ന ഒരേ ഒരു സ്റ്റേറ്റ് കേരളമാണ്. ഇവിടെ കോൺഗ്രസിനോട് മുസ്ലിം ലീഗ് സമരം ചെയ്തിട്ടില്ല. കോൺഗ്രസിനെ തകർക്കാവുന്ന ഒരു പ്രക്രിയയിലും മുസ്ലിങ്ങൾ പോയി പങ്കാളികളാവണമെന്ന് ഞങ്ങൾ പറഞ്ഞിട്ടില്ല. അബുൽ കലാം ആസാദിന്റെ രാജ്യസ്നേഹ സംബന്ധമായ നിരീക്ഷണത്തെ കുറെ കൂടെ ബലവത്താക്കി വെച്ചു മുസ്ലിം ലീഗ്, പ്രായോഗികമാക്കി. കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടി മറ്റ് ഏതു തരത്തിൽ അവർക്കിടയിൽ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായി അവർ പറകോട്ട് അടിവെക്കപ്പെടും, അവരെ കൈപിടിച്ച് ഒരുമിച്ച് നിർത്താൻ, അവർക്ക് കൂടുതൽ കരുത്തു പകരാൻ ആ കരുത്തിന്റെ ഭാഗവും വിഹിതവും പറ്റാനല്ല, മറിച്ച് അവർ ഈ രാജ്യത്ത് മറ്റാരെക്കാൾ കൂടുതൽ അനിവാര്യമാണെന്ന് അവരെ ബോധ്യപ്പെടുത്തി കോൺഗ്രസിന്റെ അരുചേർന്നു നിന്നു ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ്. കേരളക്കരയിൽ ഒരു പുതിയ രാഷ്ട്രീയ മാതൃകയുണ്ടാക്കി. എന്നാൽ ഒരുമിച്ച് നിന്നാൽ മഹാ അപകടമാണ് എന്ന് നിരീക്ഷിക്കുന്ന മറ്റു രാജ്യങ്ങളോ? കോൺഗ്രസ് ആണോ മുസ്ലിങ്ങളെ ഏറ്റവും വലിയ കഷ്ടപ്പാടുകൾ ഇന്ത്യയുടെ പുറത്തു വരുത്തിയത്? അങ്ങനെയാണെങ്കിൽ ഞാൻ CPM-നോട് ചോദിക്കട്ടെ, നിങ്ങൾക്ക് തെളിയിക്കാൻ സാധിക്കുമായിരുന്നല്ലോ നിങ്ങളുടെ ഒരു സ്റ്റേറ്റ് ബംഗാൾ. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മുസ്ലിങ്ങളുടെ വഖഫ് സ്വത്തുക്കൾ അന്യാധീനപ്പെട്ട് കിടക്കുന്നത് ബംഗാളിലാണ്, മറ്റൊരു സ്റ്റേറ്റിലല്ല. കണക്കുകൾ സച്ചാർ കമ്മീഷൻ റിപ്പോർട്ടിന്റെ കണക്ക് ഞാൻ വിശദീകരിക്കുന്നില്ല. എന്ന് പറഞ്ഞാൽ ദീർഘമായ വിശദീകരണങ്ങളില്ലാതെ മനസ്സിലാക്കാവുന്ന ഒരു കാര്യം, ഇന്ത്യയിലെ മുസ്ലിം കമ്മ്യൂണിറ്റിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ പരീക്ഷണ നിരീക്ഷണങ്ങൾ വിജയിച്ചു നിൽക്കുന്ന ഒരു സ്റ്റേറ്റ് കേരളമാണ്. കേരളത്തിലെ ചരിത്രം അങ്ങനെ ഒരുപാട് ഞാൻ പ്രസംഗിക്കേണ്ട കാര്യമില്ല. നമുക്ക് നോക്കിയാൽ കാണുന്ന 10-65 കൊല്ലക്കാലത്തിലെ ദീർഘമായ, അത്രയേറെ ദീർഘമല്ലാത്ത ഒരു അരനൂറ്റാണ്ട് ചില്ലാതെ മാത്രം വരുന്ന ഒരു കാലയളവ്. എന്താ ലീഗ് ചെയ്തത്? നിങ്ങൾ പറ. മാർക്സിസ്റ്റ് പാർട്ടി മുസ്ലിം ലീഗിനെ വിമർശിച്ചോ? കുഴപ്പമൊന്നുമില്ല. മുസ്ലിം ലീഗിനെ വിമർശിക്കുന്നതിന് മുമ്പ് ഞങ്ങൾ ചെയ്തു എന്ന് പറയുന്ന അപരാധം നിങ്ങൾ വിശദീകരിക്കണം. എന്താ ചെയ്തത്? നിങ്ങൾക്ക് അസൂയപ്പെടാൻ കഴിയുന്ന, നിങ്ങൾക്ക് ദേഷ്യമുണ്ടാകാൻ കഴിയുന്ന നിരവധി വിഷയങ്ങൾ മുസ്ലിം ലീഗ് സ്വീകരിച്ചിട്ടുണ്ടാകാം. അതിൽ പ്രധാനപ്പെട്ട ഒന്നെന്താണ്? പ്രധാനപ്പെട്ട ഒന്ന്, മുസ്ലിം ലീഗ് മാർക്സിസ്റ്റ് പാർട്ടിയുമായി നിരന്തര സമരങ്ങളിൽ ഏർപ്പെടുകയും മാർക്സിസ്റ്റ് പാർട്ടിയുമായി ഒരു രാഷ്ട്രീയ സഖ്യത്തിന് മുതിരുന്നില്ല എന്നതാണ്. ഞാൻ ചോദിക്കട്ടെ, മുസ്ലിം ലീഗിൽ രാഷ്ട്രീയമായി CPM-മായി യോജിക്കാൻ തീരുമാനിച്ചു എന്ന് ഇന്നൊരു സ്റ്റേറ്റ്മെന്റോ ഒരു ഊഹാപോഹമോ പുറത്തിറങ്ങിയാൽ ഈ പറയുന്ന ജയരാജനും പിണറായി വിജയനും അടക്കമുള്ളവർ മൂക്കുകൊണ്ട് ക്ഷാവരച്ച് മുസ്ലിം ലീഗിനെ സ്വീകരിക്കാൻ നിൽക്കുമെന്ന് മലയാളിക്കാർക്ക് അറിയാത്തത് എല്ലാവർക്കും അറിയാം. അതൊരു വലിയ വിഷയവും വലിയൊരു അത്ഭുതമൊന്നുമല്ല. മുസ്ലിം ലീഗും CPM-ഉം ഒന്നാവുക എന്ന് പറയുന്നത് കേരളത്തിൽ ഒരു സ്റ്റേബിൾ ഗവൺമെന്റ് വരുന്നു എന്നതിന്റെ തെളിവായിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് പറയാം. കാര്യം അതാണ്. മുസ്ലിം ലീഗ് അത് വന്നാൽ നമുക്ക് എന്തൊക്കെ പറഞ്ഞാലും ഏറ്റവും ശക്തമായി രാഷ്ട്രീയ അടിത്തറയുള്ള ഒരു കേഡർ വ്യവസ്ഥയോടുകൂടി പ്രവർത്തിക്കുന്ന രണ്ട് കേരളത്തിലെ രാഷ്ട്രീയ സംഘടനകൾ ഒന്ന് CPM-ഉം മുസ്ലിം ലീഗുമാണ്. അതിൽ കുഴപ്പമൊന്നുമില്ല. ലീഗ് ഭരിക്കുന്ന PK കുഞ്ഞാലിക്കുട്ടി സാഹിബിനോ മുസ്ലിം ലീഗിന്റെ രാഷ്ട്രീയ നേതൃത്വത്തിനോ ഞങ്ങൾക്ക് കുറച്ചു കാലം, അവർക്ക് എത്ര വയതുണ്ട്?
ഇത്തിരി കൊല്ലം കൂടെ ഒരു 3-4 ടേംസ് സുന്ദരമായി കേരളം ഭരിച്ചു പോകണമെന്ന ആഗ്രഹമാണ് അവർക്കുള്ളതെങ്കിൽ ഓൾട്ടർനേറ്റീവായി കേരളക്കരയിൽ മാറി മാറി ഭരണം വരാതെ 2-3-4 തവണ വീണ്ടും ഭരിക്കണമെന്നുണ്ടെങ്കിൽ ലീഗ് രാഷ്ട്രീയ താല്പര്യമാണ് മുസ്ലിം ലീഗിന്റെ മുമ്പിൽ, അധികാരമോഹമാണുള്ളതെങ്കിൽ ലീഗ് രാഷ്ട്രീയ സഖ്യം ഉണ്ടാക്കേണ്ടത് CPM-ഉമായിട്ടാണ്. ഞാൻ ഒരു സ്വതന്ത്രമായ ആലോചനയുടെ പക്ഷത്ത് നിന്നുകൊണ്ട് ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, പക്ഷെ എന്തുകൊണ്ട് മുസ്ലിം ലീഗ് അങ്ങനെ തീരുമാനം എടുക്കുന്നില്ല? സഖാവ് പിണറായി വിജയൻ, എന്തുകൊണ്ട് മുസ്ലിം ലീഗ് അങ്ങനെ ഒരു തീരുമാനം എടുക്കുന്നില്ല? സഖാവ് പി ജയരാജൻ പറ. നിങ്ങൾക്കൊരു പക്ഷേ താൽക്കാലികമായി മരിച്ചു പോകുന്നതിനിടയിൽ ഒരു മുഖ്യമന്ത്രിയായി മരിക്കണം എന്ന പിണറായിയുടെ മോഹം ഭൂപണിയിലായിരിക്കാത്ത ലക്ഷ്യം വേറെ രാഷ്ട്രീയ താല്പര്യങ്ങളായിരിക്കാം. പക്ഷെ മുസ്ലിം ലീഗിന് നോക്കാനുള്ളതും കഴിഞ്ഞു വന്ന ഓരോ വർഷങ്ങളിൽ മുസ്ലിം ലീഗ് രാഷ്ട്രീയത്തിൽ പാലിച്ച സൂക്ഷ്മതയും വേറെ ചിലതാണ്. എന്താണത്? കേരളത്തിന് ഒരു സ്വതന്ത്രമായ ഒരു ജനാധിപത്യ മനസ്സുണ്ട്. CPM-നെ പിടിയില്ലാത്ത, കോൺഗ്രസിന് പിടിക്കാനാവാത്ത, മുസ്ലിം ലീഗിന് കൈവെക്കാനാവാത്ത ഒരു വലിയ സ്വതന്ത്രമായ മനസ്സ് കേരളക്കരയിലുണ്ട്. ആ മനസ്സ് നിഷ്പക്ഷരുടെ മനസ്സാണ്. ആ നിഷ്പക്ഷരുടെ മനസ്സാണ് മാറി മാറി വരുന്ന ഗവൺമെന്റുകളെ ഉണ്ടാക്കിയത്. ആ നിഷ്പക്ഷരുടെ മനസ്സാണ്. ഞാൻ ചോദിക്കട്ടെ, 90-ലധികം സീറ്റോടുകൂടി കേരളക്കരയിൽ അധികാരത്തിൽ വന്ന UDF തൊട്ടടുത്തു വന്ന തെരഞ്ഞെടുപ്പിൽ എങ്ങനെയാണ് ഭീകരമായി തോറ്റുപോയത്? UDF-ന്റെ ആളുകൾ മാത്രം വോട്ട് ചെയ്താണ് 90 സീറ്റിൽ UDF-ന് കിട്ടിയതെങ്കിൽ, 98 സീറ്റ് UDF-ന് കിട്ടിയതെങ്കിൽ, അടുത്ത തെരഞ്ഞെടുപ്പിൽ അത് 20 സീറ്റ് പോയാലും UDF ഭരിക്കണ്ടേ സഹോദരന്മാരെ? എന്നാൽ UDF-ന് അമ്പയെ പരാജയപ്പെടുത്തി CPM വലിയ ഭൂരിപക്ഷത്തോടുകൂടെ തൊട്ടടുത്ത തെരഞ്ഞെടുപ്പിൽ വന്നു. ആ തെരഞ്ഞെടുപ്പിൽ അച്യുതാനന്ദൻ ഭരിച്ചു. ആ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ടാണ് ഇപ്പോഴത്തെ തെരഞ്ഞെടുപ്പ് വരുമ്പോഴേക്കും വീണ്ടും UDF അട്ടിമറിക്കപ്പെട്ടു വരുന്നത്. ഇതിന്റെ കാര്യം എന്താണ്? 19-20-ൽ 19 സീറ്റുകൾ നേടുന്നു UDF അല്ലെങ്കിൽ LDF പാർലമെന്റിൽ. അടുത്ത തെരഞ്ഞെടുപ്പ് വന്നാൽ ഒരു പക്ഷേ ഇത് നേരെ തിരിച്ചടിക്കുന്നു. ഈ രാഷ്ട്രീയം എന്താണ്? നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, LDF-കാരന്റെ വോട്ട് കൊണ്ടാണ് LDF അധികാരത്തിലേറുന്നതെങ്കിൽ, UDF-ന്റെ വോട്ട് കൊണ്ടാണ് UDF അധികാരത്തിലേറുന്നതെങ്കിൽ ഈ വോട്ടുകൾ അവിടെ ഉണ്ടാകണം. ഒരു 2 തവണയെങ്കിലും ഒരു മുന്നണി ഭരിക്കണം. പക്ഷെ സംഭവിക്കുന്നില്ലല്ലോ. അതിന്റെ കാര്യം എന്താ അറിയുമോ? UDF-ന്റെയും LDF-നും ഇടയിലുള്ള ഒരു നിഷ്പക്ഷരുടെ വോട്ട് ബാങ്ക് അതിനിർണായകമാണ് കേരളക്കരയിൽ. ഒരു പക്ഷേ ഇന്ത്യയിലെ മറ്റൊരു സ്റ്റേറ്റിലും അത് കാണാനാവില്ല. ആ നിർണായകമായ ഒരു നിഷ്പക്ഷ മനസ്സ് ഒരു പക്ഷേ 2-3 തവണ ലീഗും CPM-ഉം ഒരുമിച്ച് നിൽക്കുന്ന ഒരു രാഷ്ട്രീയ അവസ്ഥയിൽ കേരളത്തിൽ വരാം. എന്നാൽ അതിശക്തമായ ഒരു പ്രതിപക്ഷത്തിന്റെ സാധ്യത ഇല്ലാത്തിടത്ത് കേരള നിയമസഭയുടെ പിടിമുറുക്കത്തിലേക്ക് വരുന്നത് ഇന്ത്യയിലെ ഫാഷിസ്റ്റുകളായിരിക്കും, നരേന്ദ്രമോദിയുടെ പാർട്ടിയായിരിക്കും, BJP ആയിരിക്കും. നിങ്ങൾ സംശയം വിചാരിക്കണ്ട. നിരന്തരവും ശക്തവുമായ ഒരു പ്രതിപക്ഷം കേരളക്കരയിൽ ഇല്ലാതെ പോയാൽ കേരളക്കരയിൽ അധികാരത്തിലേക്ക് വരുന്നത് ഫാഷിസ്റ്റുകളാവും. ഇന്ന് മലയാളം ഒറ്റക്കെട്ടായി, മുസ്ലിങ്ങളുടെ കഴിവുകൊണ്ടൊന്നുമല്ല, ലീഗിന്റെ മികവ് കൊണ്ടൊന്നുമല്ല. ഇവിടുത്തെ ഹിന്ദു സഹോദരന്മാർ അവന്റെ വോട്ട് ചെയ്ത് തോൽപ്പിക്കുന്ന BJP നാളെ നിയമസഭയുടെ ചവിട്ടുപടികൾ കയറും, കേരളത്തെ പ്രതിനിധീകരിച്ച് പാർലമെന്റിലേക്ക് പോകും. അത്തരമൊരു രാഷ്ട്രീയ അവസ്ഥയുടെ ഭീകരതയെ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ഭയക്കുന്നുണ്ട്. കാര്യമായി താൽക്കാലികമായ രാഷ്ട്രീയ ലാഭങ്ങൾ ഉണ്ടാക്കുന്ന നേട്ടങ്ങൾ മുസ്ലിം ലീഗ് ആഗ്രഹിക്കുന്നില്ല. മാർക്സിസ്റ്റ് പാർട്ടിയുമായി രാഷ്ട്രീയ സഖ്യം ഉണ്ടാക്കുക, മാർക്സിസ്റ്റ് പാർട്ടിയുമായി ഒരു മുന്നേറ്റം ഉണ്ടാക്കുക എന്ന താൽക്കാലിക സുഖത്തെക്കാൾ കൂടുതൽ എത്ര വലിയ നഷ്ടങ്ങൾ ഉണ്ടായാലും ഈ രാജ്യത്തിന്റെ ജനാധിപത്യവും മതേതരത്വവും നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന നരേന്ദ്രമോദിയെ പോലെയുള്ള പിശാചുക്കളെ രാജ്യത്തിന്റെ അധികാരത്തിലേക്ക് കൊണ്ടുവരുന്ന ദുശക്തികളെ പരാജയപ്പെടുത്തുക എന്ന ആത്യന്തിക താല്പര്യമാണ് മുസ്ലിം ലീഗിനെ നയിക്കുന്നത്. അത് മനസ്സിലാക്കേണ്ടത് CPM-ആണ്. എന്നാൽ കാലങ്ങളായി, ഞാൻ CPM-നോട് ചോദിക്കട്ടെ, നിങ്ങൾ കാലങ്ങളായി മുസ്ലിം ലീഗ് പാർട്ടിയെ രാഷ്ട്രീയമായി ആക്രമിക്കുന്നതിൽ ഞങ്ങൾക്കൊരു പരാതിയില്ല, ഒരു വിഷമവുമില്ല. എന്നാൽ നിങ്ങൾക്ക് രാഷ്ട്രീയമായി മുസ്ലിം ലീഗിനെ നിങ്ങൾ തോൽപ്പിക്കാൻ ശ്രമിക്കുന്നത് എപ്പോഴാണ്? നിങ്ങളൊന്ന് പറ. EMS-ന്റെ കാലത്ത് EMS രാഷ്ട്രീയമായി പോലും ഈ മുസ്ലിം ലീഗിനോട് ശരീഅത്തിനെ എതിർത്തു. EMS കാണിച്ചത് രാഷ്ട്രീയ സത്യസന്ധതയാണ്. കാരണം ഒരു കമ്മ്യൂണിസ്റ്റിന് അംഗീകരിക്കാൻ കഴിയുന്നതല്ല ഖുർആൻ എന്ന് പറയുന്നത്, ഒരു കമ്മ്യൂണിസ്റ്റിന് അംഗീകരിക്കാൻ കഴിയുന്നതല്ല ശരീഅത്ത് എന്ന് പറയുന്നത്. ഖുർആനിൽ പറയുന്നത് അല്ലെങ്കിൽ ശരീഅത്തിൽ പറയുന്നത്, നമ്മൾ ഈ നമസ്കരിക്കുന്നത്, നോമ്പ് നോൽക്കുന്നത്, അതിലുള്ള പല സംജ്ഞകളും വേഷവിധാനങ്ങൾ മുൻകൈയും മുഖവും മാത്രം ഒടിച്ചുള്ളതെല്ലാം മറക്കണമെന്ന് പറയുന്ന ഒരു മുസ്ലിം സ്ത്രീയുടെ വേഷവിധാനത്തോട്, ഒരു മുസൽമാന്റെ വേഷവിധാനത്തോട്, അവന്റെ കല്യാണത്തിന്റെ രീതികളോട്, അവന്റെ നിക്കാഹിനോട്, അവന്റെ മറ്റ് ഇടപാടുകളോട് ഒരു കമ്മ്യൂണിസ്റ്റുകാരന് യോജിക്കാനാവില്ല. അവന് കഴിയില്ല, സ്വാഭാവികമാണ്. അതിനെന്താ ഒരു അത്ഭുതമുള്ളത്? EMS ഒരു നല്ല കമ്മ്യൂണിസ്റ്റ് ആയിരുന്നു. അതുകൊണ്ട് EMS എന്ത് ചെയ്തു? ശരീഅത്തിനെ എതിർത്തു. EMS കാണിച്ചത് രാഷ്ട്രീയത്തിലെ ഏറ്റവും വലിയ സത്യസന്ധതയാണ്. എന്തുകൊണ്ടാണെന്ന് അറിയുമോ?
ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ ഏറ്റവും വലിയ പിളർപ്പ് രാഷ്ട്രീയമായി ഉണ്ടായത് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗും അഖിലേന്ത്യാ മുസ്ലിം ലീഗുമാണ്. അതിൽ അഖിലേന്ത്യാ മുസ്ലിം ലീഗ് എന്ന് പറയുന്ന ഒരു പോർഷൻ മാർക്സിസ്റ്റ് പാർട്ടിയുടെ കൂടെ നിൽക്കുമ്പോ ഒരു കാര്യം EMS അറിയാം, ഞാൻ ശരീഅത്തിനെ തൊട്ടാൽ മഹാനായ ഉമർ ബാഫഖി തങ്ങളുടെ പാർട്ടി എന്റെ കൂടെ ഉണ്ടാവില്ല. അതറിയാത്ത രാഷ്ട്രീയ വിഡ്ഢിയാണോ EMS അറിയാമായിരുന്നു. എന്നാൽ എത്ര വലിയ നഷ്ടമുണ്ടായാലും എന്റെ നിലപാടുകൾ ഞാൻ വിശദീകരിക്കുമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് കൂടെ നിൽക്കുന്ന അഖിലേന്ത്യാ മുസ്ലിം ലീഗ് കൈവിട്ടു പോകുമെന്നറിഞ്ഞിട്ടും EMS ശരീഅത്ത് വിവാദത്തിൽ ഉറച്ചു നിന്നു. EMS ഒരു കമ്മ്യൂണിസ്റ്റാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തോട് ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ എന്ന നിലക്കുള്ള വിയോജിപ്പുകൾ ഞങ്ങൾക്കുണ്ട്. അഖിലേന്ത്യാ മുസ്ലിം ലീഗും ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗും ഒന്നിക്കുന്നത് ഒരുപക്ഷെ ചരിത്രത്തിൽ ആ വലിയ മുഹൂർത്തത്തിലാണ്. അത് രാഷ്ട്രീയമായി കാണിച്ച സത്യസന്ധതയാണ്. ഞാൻ മാർക്സിസ്റ്റ് പാർട്ടിക്കാരോട് ചോദിക്കട്ടെ, ലാഭനഷ്ടങ്ങളുടെ കണക്ക് EMS നോക്കിയില്ല അന്ന്. തന്റെ നഷ്ടങ്ങൾ വച്ചാലും നിലപാടുകൾ വിളിച്ചു പറഞ്ഞു. ആ നിലപാട് മാർക്സിസ്റ്റ് പാർട്ടി പിന്നീട് സ്വീകരിച്ചില്ലെന്ന് മാത്രമല്ല, നിങ്ങൾ നക്കാപ്പിച്ച വോട്ടുകൾക്ക് വേണ്ടി അഖിലേന്ത്യാ മുസ്ലിം ലീഗ് പോലെ ഒരു കരുത്തുള്ള പാർട്ടിയല്ല. മറിച്ചോ നിങ്ങൾ ചെയ്തതോ നക്കാപ്പിച്ച വോട്ടുകൾക്ക് വേണ്ടി തരംതാണ ഏർപ്പാടുകൾ കേരള രാഷ്ട്രീയത്തിൽ കളിച്ചത് പിണറായി വിജയന്റെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി വന്നപ്പോഴാണ്, CPM വന്നപ്പോഴാണ്. ഞാൻ ഒരുപാട് വിശദീകരിക്കേണ്ട കാര്യമില്ല, ഒരുപാട് പറയേണ്ട കാര്യമില്ല. നിങ്ങൾക്കറിയാം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പൊന്നാനിയിൽ കളിച്ച നാടകം എന്താ? പിണറായി വിജയൻ മുസ്ലിം സെമിനാർ, എന്താണ് മലബാറിലെ മുസ്ലിങ്ങളും ഇടതുപക്ഷവും, വമ്പിച്ച സബ്ജക്റ്റാണ്. അത് എഴുതിയതോ ഒരു അന്തം കമ്മിയായിട്ടുള്ള ഒരു പ്രൊഫസർ, E.T. മുഹമ്മദ് ബഷീർ സാഹിബിനെതിരെ മത്സരിക്കാൻ വന്ന ഈ പൊട്ടം പ്രൊഫസർ എഴുതിയ പുസ്തകം വെച്ചിട്ട് കണ്ണൂരിൽ ഒരു വലിയ സെമിനാർ, ആ സെമിനാർ നടത്തുകയാണ്. അന്ന് അന്തംകമ്പി എന്ന് പറയുന്നത് എനിക്ക് എന്റെ സുഹൃത്താണ് അദ്ദേഹം, പക്ഷേ അതുകൊണ്ട് തന്നെ എനിക്ക് നന്നായിട്ട് അറിയാം അദ്ദേഹം ഒരു അന്തംകമ്പിയാണ്. അങ്ങനെയുള്ള ഒരുത്തരെ പിടിച്ചിട്ട് ആ പുസ്തകം എഴുതാൻ കേരളത്തിൽ ഇടതുപക്ഷവും മുസ്ലിങ്ങളും. ആ സെമിനാറിൽ പിണറായി വിജയന്റെ പ്രസംഗം ഞാനിങ്ങനെ നിരീക്ഷിച്ചു. എത്ര നേരം സഖാവ് പിണറായി വിജയൻ ഒരുപക്ഷെ കേരളത്തിലെ രാഷ്ട്രീയ നേതാക്കന്മാർക്കിടയിൽ അദ്ദേഹത്തിന്റെ ടൈപ്പ് ചെയ്തതുപോലെയുള്ള പ്രസംഗം നടത്തുന്ന ഒരു രാഷ്ട്രീയ നേതാവാണ്. പിണറായി വിജയൻ ഒരു പത്രസമ്മേളനം നടത്തിയാൽ ആ പത്രസമ്മേളനത്തിനിടയിൽ നിന്ന് വരികൾ കട്ട് ചെയ്യേണ്ടി വരില്ല. പത്രക്കാർക്ക് അളന്നു മുറിച്ചു വാക്കുകൾ സൂക്ഷിച്ച് അങ്ങനെ പറയുന്ന ഒരു പ്രത്യേക രീതിയുണ്ട് പിണറായി വിജയന്റെ പ്രസംഗത്തിന്. താളവും മേളവും ഒന്നും ഏറെയില്ല. എന്നാൽ ഒരു പ്രത്യേക ഘടനാവിധാനത്തോടുകൂടെ നല്ല ആലോചനയോടുകൂടി പ്രസംഗിക്കുന്ന നല്ല രാഷ്ട്രീയ ബോധമുള്ള നേതാവാണ് സഖാവ് പിണറായി വിജയൻ. അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ നിന്നൊരു വരി വെട്ടേണ്ടി വരില്ല. ആ പിണറായി വിജയന് പക്ഷേ ഒരു മുസ്ലിം സെമിനാർ വരുമ്പോൾ പ്രസംഗിക്കാൻ എഴുതി വെച്ച പ്രസംഗം വേണം. ഇതെന്താ പറ്റിയത്? നിങ്ങൾക്ക് ഇടതുപക്ഷവും മുസ്ലിമും തമ്മിലുള്ള വമ്പിച്ച ബന്ധം കൊണ്ട് മുസ്ലിങ്ങളെ കുറിച്ച് ഇയാൾക്ക് ഒരു ചുക്കും അറിഞ്ഞുകൂടാ. വമ്പിച്ച ബന്ധാണ് തമ്മിൽ. അതുകൊണ്ട് മുസ്ലിങ്ങളെ കുറിച്ച് ഒന്നും അറിഞ്ഞുകൂടാ. പിണറായി വിജയനെ പോലെ ദക്ഷിണാശാലിയായിട്ടുള്ള ഒരു രാഷ്ട്രീയ പ്രവർത്തകന് കേരളത്തിലെ കല്ലുകാരുടെ കാഞ്ഞിരക്കുറ്റി മുതൽ മുള്ളുമുരട് മൂർഖൻ പാമ്പ് വരെയുള്ള സകല വിഷയത്തിലും ഇടപെടുന്ന പിണറായി സഖാവിന് ഒരു മുസ്ലിം സെമിനാറിൽ പ്രസംഗിക്കാൻ എഴുതി വെച്ച പ്രസംഗം വേണം. കാരണം എന്താണ്? അത്ര വലിയ ഗാഢമായ ബന്ധമാണ് ഇവിടുത്തെ CPM-ഉം മുസ്ലിങ്ങളും തമ്മിലുള്ളത്.
പരിണിതപ്രജ്ഞനായിട്ടുള്ള രാഷ്ട്രീയത്തിൽ അഗാധമായ ബോധമുള്ള സഖാവ് പിണറായി വിജയന് ആ സമ്മേളനം ഒരുപക്ഷെ കാസറ്റിൽ കണ്ടവർക്കറിയാം. ഒരുപക്ഷെ നിങ്ങൾ ഇപ്പോഴും അത് പലപ്പോഴും കൈരളി TV ആവർത്തിച്ചുകൊണ്ടിരിക്കാറുണ്ട് അതിലെ പരാമർശങ്ങൾ. നിങ്ങൾ നോക്കിയാൽ അറിയാം, ഒരു വരി തന്റെ എഴുതി വച്ച പേപ്പറിൽ നിന്ന് തല ഉയർത്താതെ ജാഗരൂകനായി പിണറായി വിജയൻ പ്രസംഗിച്ചു തീർത്തു. അതിനകത്ത് അദ്ദേഹം വമ്പിച്ച കണ്ടുപിടുത്തങ്ങൾ നടത്തി, വലിയ തീവ്രവാദ വിരുദ്ധമായ സ്റ്റേറ്റ്മെന്റുകൾ ഉണ്ടാക്കി. എന്താ തീവ്രവാദ വിരുദ്ധമായ സ്റ്റേറ്റ്മെന്റ്? ജമാഅത്തെ ഇസ്ലാമിക്കെതിരെ ആഞ്ഞടിച്ചു. വമ്പിച്ച സംഭവം. ജമാഅത്തെ ഇസ്ലാമി ഭയങ്കര തീവ്രവാദ സംഘടനയാണ് എന്ന് 2013 പിണറായി വിജയൻ കണ്ടുപിടിച്ചിരിക്കുന്നു. പക്ഷെ സഖാവ് പിണറായി വിജയ, ജമാഅത്തെ ഇസ്ലാമിയോട് ഞങ്ങൾക്ക് വലിയ വിയോജിപ്പുണ്ട്. പക്ഷെ ആ വിയോജിപ്പ് ആശയപരമാണ്. എന്ന് വെച്ചാൽ ജമാഅത്ത് ഉയർത്തുന്ന ആശയങ്ങൾ അപകടകരമാണ് എന്നല്ലാതെ ലീഗ് ജമാഅത്തെ ഇസ്ലാമി ഒരു തീവ്രവാദ സംഘടനയാണെന്ന് ഞങ്ങൾ പറഞ്ഞിട്ടില്ല. കാര്യം എന്താണെന്ന് വെച്ചാൽ തീവ്രവാദം പോയിട്ട് ആ സാധുക്കൾക്ക് സാധാ വാദം പോലും ഉന്നയിക്കാനുള്ള ആരോഗ്യമില്ലാത്തവരാണ്. അവരൊരു സാധുക്കൾ ഇങ്ങനെ വലിയ വടിവെച്ച വർത്താനം പറഞ്ഞാൽ നടക്കുന്നല്ലാതെ ഇന്ന് വരെ എന്തെങ്കിലും ഒരു പണി അള്ളാന്റെ ദുനിയാവിൽ മേലടങ്ങിയിട്ട് ജമാഅത്തുകാർ നടത്തി നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഒരു പണി പോലും ചെയ്യാറില്ല. ഓരിങ്ങനെ ഇബിലിസ് ശർക്കര തൊട്ട് വെക്കുന്ന അവിടെ ഇവിടെ സാധനം തൊട്ട് വെച്ചിട്ട് അതുപോലെ SDP കാരനും കയറിയിട്ട് കുഴപ്പമുണ്ടാക്കാറില്ലാതെ ഇവര് കാര്യമായിട്ടൊന്നും ചെയ്യാറില്ല. പിണറായി വിജയൻ കണ്ടുപിടിച്ചിരിക്കുന്ന മഹാസത്യം എന്താന്ന് വെച്ചാൽ ജമാഅത്തെ ഇസ്ലാമി വമ്പിച്ച തീവ്രവാദമാണ്. സഖാവ് പിണറായി വിജയനോടും ഇവിടെ വന്ന് പ്രസംഗിച്ചു പോയ അദ്ദേഹത്തിന്റെ പിണിയാളായിട്ടുള്ള P. ജയരാജനോടും ഞാൻ ചോദിക്കട്ടെ, തീവ്രവാദത്തെ എതിർക്കാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ, നിങ്ങൾ എതിർക്കുന്നുവെങ്കിൽ നിങ്ങൾ ആദ്യം പറയേണ്ട പേര് 2013 ജമാഅത്തെ ഇസ്ലാമി അല്ല, PDP അല്ല. അവരൊക്കെ തീർന്നു കഴിഞ്ഞു. ജമാഅത്തെ ഇസ്ലാമി ഒരു രാഷ്ട്രീയ ശക്തി അല്ലെന്ന് നിങ്ങൾക്ക് വോട്ട് ചെയ്തപ്പോൾ മനസ്സിലായി. ഞങ്ങൾ അങ്ങനെയല്ല. 948 മുസ്ലിം ലീഗ് പിറക്കുന്ന സമയം മുതൽ, 947 ഇന്ത്യൻ യൂണിയനിൽ ഒരു ജനത ലയിക്കുന്ന സമയം മുതൽ അത് തീരുമാനിച്ചു പറഞ്ഞു വരുന്നവരാ ഞങ്ങൾ. പക്ഷെ ജമാഅത്തെ ഇസ്ലാമി തീവ്രവാദ പ്രവർത്തനം നടത്തി, അവര് ബോംബ് ഉണ്ടാക്കി എന്ന് പറയുന്ന പൊട്ടത്തരം കേരളത്തിൽ ഞങ്ങൾ പറഞ്ഞിട്ടില്ല. ബോംബ് പോയിട്ട് ആ സാധുക്കൾക്ക് ഒരു ഉണ്ടാക്കാൻ കഴിയാത്ത പാവങ്ങളാണ് അവർ. അവരെ നിങ്ങൾ പറയുന്നത് അവരിങ്ങനെ പമ്പിച്ച വർത്താനം പറഞ്ഞു നടക്കുന്നല്ലാതെ കഴിയില്ല. അവരെ വെച്ച് നിങ്ങൾ പറയുമ്പോ ജമാഅത്തിന്റെ അതിഭീകരമായിട്ടുള്ള ആശയ പ്രപഞ്ചത്തിൽ മുങ്ങിക്കുളിച്ച സിമി, അതിന്റെ പുതിയ രൂപമായ NDF, അതുപോലെ തന്നെ SDPI, അവരെ എതിർക്കാൻ എന്തേ പിണറായി വിജയന് ശൗര്യം പോരാത്തത്? എന്താ കെൽപ്പില്ലാത്തത്? എന്താ നിങ്ങൾ പറയാത്തത്? ഞങ്ങളുടെ പോരാട്ടത്തിന്റെ കണക്കൊന്നും ഞങ്ങൾ പറയുന്നില്ല, അത് പറയേണ്ട കാര്യമില്ല. മുസ്ലിം ലീഗും NDF-ഉം തമ്മിൽ എന്താണ് എന്നതിന്റെ വിശദീകരണം ഇവിടെ വന്നിട്ട് എത്ര മുക്രയിട്ട് P. ജയരാജൻ പ്രസംഗിച്ചാലും ഈ നാട്ടിലെ മാലോകർക്ക് മുഴുവൻ അറിയാം, എല്ലാവർക്കും അറിയാം. വിശദീകരിക്കേണ്ട കാര്യമുണ്ടോ? നിങ്ങൾ ഫേസ്ബുക്ക് തുറക്ക്, നിങ്ങൾ പത്രങ്ങൾ വായിക്കുന്നുണ്ടോ, നിങ്ങൾ TV കാണുന്നുണ്ടോ? അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഏറ്റവും മിനിമം അവന്റെ മൊബൈൽ ഫോണുകളിൽ ഏറ്റവും ഈസിയായി ലഭ്യമാകുന്ന വാട്സാപ്പ് യൂസ് ചെയ്യുന്നുണ്ടോ? നിങ്ങൾ നോക്ക്, ആരാ SDPI-യുടെ ഏറ്റവും ശക്തമായ എതിരാളി ആരാണ്? ഇനി ഞാൻ മറ്റൊന്ന് ചോദിക്കട്ടെ. ഇതേപോലെ ഒരു സ്റ്റേജിൽ, ഇതുപോലെ ബഹുമാന്യരായ നേതാക്കന്മാർ ഇരിക്കുന്ന ഒരു സ്റ്റേജിൽ പാനൂരിലല്ല, ഇവിടെ കല്ലിക്കണ്ടിയിൽ ഞാൻ പ്രസംഗിച്ചു, കടവത്തൂരിൽ പ്രസംഗിച്ചു. എനിക്ക് ഓർമ്മയുണ്ട്. ഒരു പക്ഷേ ഈ അടുത്ത് അതിനു മുമ്പ് വന്നത് അവിടെയാണ് ഞാൻ പ്രസംഗിച്ചത്. ഒരു പക്ഷേ ഇവിടെ നേതാക്കന്മാർ മുഴുവൻ കേട്ടതാണ്. ഒരു പക്ഷേ ചില സുഹൃത്തുക്കൾ കേട്ടിട്ടുണ്ടാകും. നരേന്ദ്രമോദി എന്ന് പറയുന്ന ഒരു മനുഷ്യ പിശാചിനോട് രാഷ്ട്രീയമായ കൃത്യമായ വിയോജിപ്പുകൾ വെച്ച് പുലർത്തിക്കൊണ്ട് നരേന്ദ്രമോദി ഇന്ത്യയിൽ പ്രസരിപ്പിക്കാൻ പോകുന്നത് അതിഭീകരമായ ഒരു രാഷ്ട്രീയ ഫാഷിസമാണ്. അതിനെ ചെറുക്കണം. അത് പലരും വന്ന പോലെ, അദ്വാനി വന്ന പോലെ പള്ളി പൊളിച്ചു കാണിച്ചായിരിക്കില്ല. രാജ്യത്തിലെ IT ലോബി, രാജ്യത്തിലെ വ്യവസായ ലോബി, രാജ്യത്തിലെ സമ്പന്ന ലോബി, ഇവരെല്ലാം നരേന്ദ്രമോദിയുടെ പിറകിൽ ഉണ്ടാകും എന്ന് അന്ന് കൃത്യമായി വിശദീകരിച്ചുകൊണ്ട്, അതെന്റെ നിരീക്ഷണമൊന്നുമല്ല, ഞാൻ കണ്ടുപിടിച്ചതൊന്നുമല്ല. ഒരുപക്ഷെ മോഡിയെ ഏറ്റവും ശക്തമായി ഫോളോ ചെയ്യുന്ന തീസ്തയെ പോലെ വിശദീകരിച്ചപ്പോ കൈരളി ചാനൽ ആഘോഷിച്ചത് എന്തായിരുന്നു? നിങ്ങൾ പറ. നരേന്ദ്രമോദിയെ ഷാജി ന്യായീകരിക്കുന്നു. പക്ഷെ കൈരളി ചാനലിൽ അതിന്റെ ക്ലിപ്പിംഗ്സുകൾ എത്തിച്ചു കൊടുക്കൽ അവര് കൊണ്ടുപോയി കൊടുത്തു.
എന്നാൽ ഒരു അബദ്ധം തിരിഞ്ഞാൽ അത് കഴിഞ്ഞ ഉടനെ തന്നെ ബഹുമാനനായ സൂഫി സാഹിബിനെ എല്ലാവരെയും ഞാൻ ബന്ധപ്പെട്ടു. ഇവിടുത്തെ കേസറ്റ് അടിയന്തരമായി എല്ലാ പത്രം ഓഫീസിലും രായ്ക്കുരാമാനം എത്തിച്ചു. ആ പത്രക്കാർ മുഴുവൻ, ടിവിക്കാരെ മുഴുവൻ പറഞ്ഞു, ഞങ്ങൾക്കത് ബോധ്യമായി, ഇത് വരികൾക്കിടയിൽ നിന്ന് അടർത്തിയെടുത്തതാണ്. അതുകൊണ്ട് ഇത് വാർത്തയല്ല, മനോരമക്ക് വാർത്തയല്ല. നിരന്തരമായി ഞങ്ങൾ വിയോജിക്കുന്ന, ഒരുപക്ഷെ അതിശക്തമായി ആശയപരമായി ഞാൻ നേരിടുന്ന മാധ്യമം പത്രത്തിൽ പോലും കൊടുത്ത വാർത്ത മാധ്യമം തിരസ്കരിച്ചു. എന്നാൽ ദേശാഭിമാനിയും തേജസ്സും മാത്രം. മലയാളത്തിലെ ഒരു പത്രമില്ല, ല്ലാത്ത ഒരു ചാനലില്ല. റിപ്പോർട്ടറിൽ പോലും അതിന്റെ തൊട്ടു പിറ്റേ ദിവസം കുറെ പോസ്റ്ററുകൾ കണ്ണൂരിൽ ഇറങ്ങി. ആ പോസ്റ്ററുകൾ ഇവിടെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല, പാനൂരും പരിസര പ്രദേശങ്ങളിലും. പക്ഷെ ഒരു പക്ഷേ ആ പ്രസംഗം കേട്ട പ്രദേശത്ത് അതിന് സാധ്യത ഉണ്ടാവില്ല. ഇത് കണ്ണൂരിൽ മുഴുക്കെ പി ജയരാജൻ അന്ന് രാത്രി തന്നെ ഇരുന്ന് പോസ്റ്റർ അടിച്ചു കൊടുത്തു. സംഭവിച്ചത് എന്താണ്? ഒരേ പേര്, അതിന്റെ ക്യാപ്ഷൻ ഒരുപോലെ, അതിന്റെ വരികൾ ഒരുപോലെ, അതിന്റെ അവസാനം എഴുതിയിരിക്കുന്ന SDPI എന്നതും CPIM എന്നതും മാത്രം വ്യത്യാസം. ഒരേ പ്രസിൽ, ഒരേ തലയിൽ നിന്ന് വന്ന ആശയം കണ്ണൂരിന്റെ തെരുവുകളിൽ മുഴുവൻ എഴുതി വെച്ചു. മലയാളം വാരിക ലീഗിന്റെതല്ലെന്ന് മാത്രമല്ല, കോൺഗ്രസിന്റെതല്ലെന്ന് മാത്രമല്ല, കൃത്യമായ ഇടതുപക്ഷ ബോധമുള്ള, അതിനേക്കാൾ കൂടുതൽ ഒരുപക്ഷെ ഇന്ത്യയിലെ പ്രമുഖ പത്രമായ ഇന്ത്യൻ എക്സ്പ്രസിന്റെ കീഴിലിറങ്ങുന്ന മലയാള വാരിക രാഷ്ട്രീയ സ്വാധീനത്തിന് വരുന്നതല്ല. അവർ കണ്ണൂരിൽ വന്ന് മുഴുവൻ പോസ്റ്ററുകളും പരിശോധിച്ച് അവരൊരു ലേഖനം എഴുതി. അത് ഷാജി എഴുതിയ ലേഖനമല്ല, അല്ലെങ്കിൽ വേറെ ആരെങ്കിലും എഴുതിയ ലേഖനമല്ല. ആ ലേഖനകത്ത് അത് പറഞ്ഞത്, അതിന്റെ അന്നിറങ്ങിയ മലയാളം വാരികയുടെ ക്യാപ്ഷൻ എന്തായിരുന്നു അറിയോ? SDPIക്കും CPM-നും ഒരേ സ്വരം. ഒരു ചോദിച്ചു, ഞാൻ മാർക്സിസ്റ്റ് പാർട്ടിക്കാരനോട് ചോദിക്കട്ടെ, കേരളത്തിലെ ഒരു പ്രമുഖ മലയാളം വാരിക SDPIക്കും CPM-നും ഒരേ സ്വരം എന്ന് പറഞ്ഞുകൊണ്ട് ഇറക്കിയ ആ വാരികയുടെ മുഖചിത്രം എല്ലാവരും കണ്ടതാണ്. അത് വായിച്ചതിൽ ശക്തമായി ഓരോ വരികൾ എണ്ണി അവർ പറയുന്നു, എന്തുകൊണ്ട് CPM-നും SDPIക്കും ഒരേ പോസ്റ്റർ, ഒരേ ബാധമുഖം? മുസ്ലിം ലീഗുകാരനെ പ്രതിക്കൂട്ടിലാക്കുമ്പോൾ എന്തുകൊണ്ട് CPIയും SDPIയും ഒരുമിച്ച് നിൽക്കുന്നു എന്നതിന്റെ കെമിസ്ട്രി എന്താണെന്ന് ചോദിച്ചുകൊണ്ടാണ് മലയാളം വാരികയുടെ ആ ലക്കം അവസാനിക്കുന്നത്. ജയരാജനോട് ഞങ്ങൾക്ക് പറയാനുള്ളത്, ആ കെമിസ്ട്രി എന്താണ്? അത് നിങ്ങൾ പറ. SDPIയെ താങ്ങാൻ വേണ്ടി ഇവിടെ വന്ന് SDPIക്കാരൻ കൃത്യമായി പങ്കാളിത്തമുള്ള SDPIക്കാരൻ അവന്റെ പഴയ ഹിസ്റ്ററി പരിശോധിച്ചാൽ അവൻ MSFO യൂത്ത് ലീഗൊക്കെ എന്താ സംശയമുള്ളത്? കാര്യം MSFO യൂത്ത് ലീഗോ അല്ലെങ്കിൽ DYFIയോ അതല്ലെങ്കിൽ യൂത്ത് കോൺഗ്രസോ അല്ലാതെ ഇവർ എപ്പോണ്ടായതാണ്? ഇവർ മഞ്ഞാനത്തെ മടക്ക് മുളച്ച തവരകളല്ലേ? അപ്പൊ അവർക്ക് ആളുണ്ടാവൂ? ഒരു 10-25 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരൻ അതിനകത്തുണ്ടെങ്കിൽ അതിനു മുമ്പ് വേറെന്തെങ്കിലും ആയിരിക്കണോ? ഇത് ഇന്നലെ മുളച്ചൊരു പാർട്ടിക്ക് അവരെ വയസ്സിന് എത്രയല്ലേ ഉള്ളൂ, പിന്നെ അവർക്ക് എങ്ങനെ മൂത്താളുണ്ടാവുക? എന്നിട്ട് ഇവന്റെ പഴയ ഹിസ്റ്ററി നോക്കി നിങ്ങൾക്ക് ആത്മാർത്ഥതയുണ്ടെങ്കിൽ നിങ്ങൾ എതിർക്കേണ്ടത് SDPI. ബോംബ് സ്ഫോടനത്തിന്റെ മറവിൽ ലീഗിന്റെ മേക്കിട്ടല്ല ജയരാജ കയറേണ്ടത്, അവിടെ അല്ല കയറേണ്ടത്. അല്ലെങ്കിൽ ജയരാജനെ ഞാൻ ചോദിക്കട്ടെ, കണ്ണൂരിൽ ജയരാജനെ പോലത്തെ ഒരു ഫാഷിസ്റ്റ് ഉള്ളിടത്തോളം ഇവിടെ RSSനോ മറ്റ് BJPക്കോ ഏതെങ്കിലും ഒരു പാർട്ടിക്ക് സ്കോപ്പ് ഉണ്ടോ? ആലോചിച്ച് നോക്ക്. ആ മനുഷ്യൻ 3 ജയരാജന്മാരുണ്ട്. വമ്പിച്ച ഭർത്താനാണ് EP ജയരാജൻ, അതിനേക്കാൾ വലിയ ഭർത്താണ് MP ജയരാജൻ. ഞാൻ പലപ്പോഴും മനസ്സിലാക്കിയിട്ടുണ്ട്. പക്ഷേ അവർക്കൊക്കെ അതിനപ്പുറത്തൊരു മാന്യതയുടെ മുഖമുണ്ട്. അതിനപ്പുറത്ത് എന്തൊക്കെ നിങ്ങൾ പറഞ്ഞാലും രാഷ്ട്രീയത്തിൽ കാണിക്കാവുന്ന ഒരു മാന്യതയുടെ, എന്നാൽ അത്രയേറെ ഭീകരമല്ലാത്ത മനസ്സ് മുഴുവൻ വിഷവും അതിനേക്കാൾ വലിയ വർഗീയതയും വെച്ച് പുലർത്തുന്ന ഒരു ഭീകരനാണ് P ജയരാജൻ എന്ന് പറയുന്ന CPM-ന്റെ കണ്ണൂർ ജില്ലയിലെ സെക്രട്ടറി എന്ന് പറയുന്നത്. മനുഷ്യന്റെ ഗുണമില്ല. കാര്യം എന്താണെന്ന് വെച്ചാൽ അന്ന് RSSകാരൻ കയറി ആക്രമിച്ചപ്പോ എല്ലാ ഫ്യൂസും അദ്ദേഹത്തിന് അടിച്ചു പോയിട്ടുണ്ട്. ഏകദേശം മാന്യതയുടെ മര്യാദയുടെ എല്ലാ ഏർപ്പാടുകളും തീർന്നു പോയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ കയ്യിൽ അതിന്റെ അത്തരത്തിലുള്ള ഒരു സാധനം, മാനുഷികതയുടെ ഒരംശവും അദ്ദേഹത്തിന് അവശേഷിക്കുന്നില്ല. എന്താ ആഗ്രഹം എന്ന് ചോദിച്ചാൽ അയാളുടെ ജീവിതം ഞാൻ വിശദീകരിക്കാൻ പറ്റുന്നില്ല. CPM-കാരൻ എഴുതി വെച്ചോ, നിങ്ങളുടെ P ജയരാജന്റെ ജീവിതം ഒരു ദുരന്താണ്. എങ്ങനെ ഉണ്ടാക്കിയ ദുരന്തം? ലീഗരം പോയി ഉണ്ടാക്കിയതാ. ഞങ്ങളെ മേക്കിട്ട് കയറണ്ട, ഞങ്ങൾ ആക്രമിച്ചിട്ടല്ല, ഞങ്ങൾ കുടുംബത്തെ കയറി കളിച്ചിട്ടല്ല. P ജയരാജന്റെ ജീവിതം ഒരു ദുരന്താണ്. അത് RSSോ BJPയോ മേത്തുകയറി ശാരീരികമായി കളിച്ചപ്പോ മാത്രമല്ല, പലതരത്തിൽ. ജയരാജന്റെ മകന്റെ കൈ പോയില്ലേ? ആരാ ബോംബ് വെച്ചത്? ലീഗുകാരാ? അതല്ലെങ്കിൽ ജമാഅത്തെ ഇസ്ലാമിക്കാരാ? അതല്ലെങ്കിൽ കോൺഗ്രസുകാരാ? ആരാണ് ജയരാജന്റെ മകന്റെ കൈ അറ്റുപോകാവുന്ന ബോംബ് വെച്ചത്? ജയരാജൻ പറ. ഇവിടുത്തെ ഏതെങ്കിലും ലീഗാണെങ്കിൽ, മറ്റേതെങ്കിലും പാർട്ടിയാണെങ്കിൽ ആ പാർട്ടിയുടെ ആപ്പിയോയി അതിനകത്തുള്ള നേതാക്കന്മാരെ തുണ്ടം തുണ്ടമാക്കി വെട്ടാൻ വേണ്ടി നിങ്ങൾ അണികളെ പറഞ്ഞു വിടുമായിരുന്നില്ലേ? ജയരാജന്റെ മകന് ഇവിടുത്തെ സാധാ മനുഷ്യനുള്ള പോലെ 2 കൈ ഉണ്ടോ? ആരോഗ്യമുള്ള 2 കൈ?
അത് ജയരാജൻ പറയട്ടെ. ജയരാജന് ആരോഗ്യപരമായ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അത് RSS വെട്ടിയാണെന്ന് പറയാം, BJP കൊല്ലാൻ ശ്രമിച്ചതാണെന്ന് പറയാം. എന്നാൽ ജയരാജന്റെ സ്വന്തം മകന്റെ കൈ അംഗവൈകല്യം വന്നതിന്റെ ഉത്തരവാദിത്തം ആരാണ്? ആ ബോംബ് ഉണ്ടാക്കിയത് ആരാണ്? അത് പറ ജയരാജൻ, അത് പറയണ്ടേ? ആ ബോംബ് ഉണ്ടാക്കിയത് ആരാണ്? സ്വന്തം വീട്ടില് അമ്മ നെയ്യപ്പം ചൂടുന്ന പോലെ ബോംബ് ഉണ്ടാക്കി കളിക്കുന്ന തറവാട്ടിൽ നിന്ന് വന്ന അച്ഛനും മോനൊക്കെ കൂടിയിട്ട് ലീഗിന്റെ മേലെ നിങ്ങൾ പറ. മുസ്ലിം ലീഗ് രാഷ്ട്രീയ പാർട്ടി 68 കൊല്ലക്കാലം നടത്തിയിട്ടുള്ള രാഷ്ട്രീയ പാരമ്പര്യവും രീതിയും ഞങ്ങൾ പൊരുതിയിട്ടുണ്ട്. ആൺകുട്ടികളെ പോലെ തെരഞ്ഞെടുപ്പിന്റെ തലേ ദിവസം പോയി SDPI-കാരന്റെ വീട്ടിന്റെ ചെറ്റക്കുടിൽ പൊട്ടി തുറന്നിട്ട് പണം കൊടുത്ത് വോട്ട് വാങ്ങുന്ന നക്കാപ്പിച്ച കളി കളിച്ചിട്ടില്ല ലീഗ്. അറിയോ നിങ്ങൾ? 20 MLA-മാർ കേരള നിയമസഭയിലുള്ളപ്പോ അതിന്റെ അഹങ്കാരമൊന്നുമല്ല. അതിനേക്കാൾ ഞങ്ങൾക്ക് അഹങ്കാരമുള്ളത് 7 MLA-മാരായി കേരള നിയമസഭയിൽ ലീഗ് നിൽക്കുമ്പോഴാണ്. ഞങ്ങൾ 20 ആയാലും 7 ആയാലും നിയമസഭയുടെ പടി ചവിട്ടിട്ടില്ലെങ്കിലും ഒരു തീവ്രവാദിയുടെ മുമ്പിലും അഭിമാനം പണയം വെച്ചിട്ടില്ല ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ്. അത് ലീഗിന്റെ നേതാക്കന്മാർ ഞങ്ങളെ പഠിപ്പിച്ചതാണ്. ലീഗിന്റെ നേതാക്കന്മാർ അത് കുറച്ച് ആൾക്കാരെ കൊണ്ടുവന്നിട്ട് ഇപ്പൊ എന്താണ് പുതിയൊരു വീക്കിലി എവിടെ ഇറങ്ങാൻ പോവാണ് CPM-ന്റെ. ആരാ ഇറക്കണത്? സഖാബ് നമ്മളുടെ KT ജലീൽ, ധീരനായ സഖാബാണ്. ഞാൻ ചോദിക്കുന്നത്, കണ്ണൂരില് CPM-ന്റെ ഒരു സെമിനാർ നടത്താൻ, CPM-ന്റെ ഒരു സമ്മേളനം നടത്താൻ, അത് നമ്മളുടെ പ്രവർത്തകർ തന്നെയാണ്. CPM-ന്റെ ഒരു സെമിനാർ നടത്താൻ അല്ലെങ്കിൽ ഒരു സമ്മേളനം നടത്താൻ അവിടെ, അല്ലെങ്കിൽ ഒരു മുസ്ലിം അനുകൂല സെമിനാർ നടത്താൻ അവിടെ നിങ്ങൾ മനസ്സിലാക്കിയത് കൊണ്ടുവന്നതാരെ? യൂത്ത് പ്രകടനം വന്നതാണത്. ഒരു മുസ്ലിം അനുകൂലമായി ഇടതുപക്ഷവുമായി എന്ന കേരള മലബാറിലെ ഇടതുപക്ഷവും മുസ്ലിങ്ങളും എന്ന് പറയുന്ന സെമിനാറിൽ സംസാരിക്കാൻ മാർക്സിസ്റ്റ് പാർട്ടി കൊണ്ടുവന്ന വിശാരദന്മാർ. ഞാൻ ചോദിക്കട്ടെ CPM-ന്റെ പ്രവർത്തകന്മാരോട്, ഇത്തിരി സാമാന്യബോധമുള്ള DYFI-യുടെ ചെറുപ്പക്കാരോട്, മലബാറിലെ മുസ്ലിം ഹിസ്റ്ററിയുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ഒരു അന്വേഷണം ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ ആരുടെ അടുത്ത് പോകും? ഇവിടുത്തെ ഒരു സ്കോളറോട് ചോദിക്കും, ഒരു വിദ്യാർത്ഥിയോട്, MA-ക്ക് പഠിക്കുന്ന ഒരു കുട്ടി, അല്ലെങ്കിൽ ഹിസ്റ്ററിയിൽ ഒരു ഡോക്ടറേറ്റ് ശ്രമിക്കുന്ന ഒരു കുട്ടി, റിസർച്ച് നടത്തുന്ന ഒരു കുട്ടി, കേരളത്തിൽ ആരെയാണ് ഡിപ്പെൻഡ് ചെയ്യുക? ഒരു ആവശ്യം വന്നാൽ അവർ കണ്ണടച്ചു പറയും. ആര്? ഡോക്ടർ M ഗംഗാധരൻ. ഒരുപക്ഷെ മലബാറിലെ മുസ്ലിം ആധികാരികമായി ഗ്രന്ഥങ്ങൾ എഴുതിയിട്ടുള്ള, നിരവധി നിരീക്ഷണങ്ങൾ നടത്തിയിട്ടുള്ള, ഒരുപക്ഷെ വലിയ യൂണിവേഴ്സിറ്റികൾ, ഇന്ത്യ അല്ല ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ അടക്കമുള്ള നിരീക്ഷണങ്ങളിൽ, പഠനങ്ങളിൽ ഉദ്ധരിക്കപ്പെട്ടത് ഇപ്പോഴും യൗവന സമാനമായി ജീവിക്കുന്ന ഡോക്ടർ M ഗംഗാധരനാണ്. ഞാൻ ചോദിക്കട്ടെ സഖാക്കളെ, കണ്ണൂരിലെ സെമിനാറിൽ എന്തേ ഡോക്ടർ M ഗംഗാധരൻ വന്നില്ല? മലബാറിലെ മുസ്ലിങ്ങൾ മാത്രമല്ല, ഒരുപക്ഷെ കേരളത്തിൽ ജീവിച്ചിരിക്കുന്ന, ഇന്ത്യയിൽ ജീവിച്ചിരിക്കുന്ന ഏറ്റവും നല്ല ഹിസ്റ്റോറിയന്മാരിൽ ഒരാളാണ് MGS നാരായണൻ. നിങ്ങളുടെ സെമിനാറിൽ MGS നാരായണൻ വന്നോ? കരീം വന്നോ? നിങ്ങളുടെ സെമിനാറിൽ വന്ന ചരിത്ര വിശാരദന്മാർ ആരാന്നറിയങ്ങള്? ഒന്ന് വലിയ ചരിത്ര പണ്ഡിതനാണ്, കേരളം അറിയപ്പെടുന്ന വലിയ ചരിത്ര പണ്ഡിതനും നിരീക്ഷകനും ബുദ്ധിജീവിയൊക്കെ ആയിട്ടുള്ള നമ്മുടെ സഖാവ് TK ഹംസ വന്നത്. TK ഹംസ ആരാന്ന് സഖാക്ക് അറിയൂ? ഇയാൾ പണ്ട് നിലമ്പൂരിലെ ഒരു ക്ലർക്കായിരുന്നു, നിലമ്പൂർ പഞ്ചായത്തിൽ. പിന്നെയാണ് രാഷ്ട്രീയത്തിലേക്ക് വന്നത്. പഞ്ചായത്ത് ഓഫീസിലെ ക്ലർക്കായിരുന്നു സഖാവ് TK ഹംസ. അങ്ങനെ അതിന്റെ അന്നത്തെ പഞ്ചായത്ത് പ്രസിഡന്റ്, സെക്രട്ടറി ഒക്കെ ഒരേ മുറിയിലിരിക്കുക. സഖാവ് കുഞ്ഞാലി അന്ന് അവിടുത്തെ സെക്രട്ടറിയാണ്, അവിടുത്തെ പ്രസിഡന്റാണ്, പഞ്ചായത്ത് ബോർഡ് പ്രസിഡന്റാണ് സഖാവ്. അങ്ങനെ സഖാവ് കുഞ്ഞാലി ഒന്ന് ഉച്ച നേരത്ത് ചെറിയൊരു മയക്കം വന്ന പോലെ കണ്ണടച്ച് കിടന്നപ്പോ ഏതോ വീടിന്റെ എന്തോ കാര്യത്തിൽ വന്ന ഒരു സാധുവിന്റെ കയ്യിൽ എന്തോ കക്കൂസിന്റെ അപേക്ഷ കൊടുക്കാൻ വന്നതാണ്. അവരുടെ കയ്യിൽ നിന്ന് കിമ്പളം വാങ്ങുന്നത് കണ്ടു സഖാവ് TK ഹംസ. ആ കൈക്കൂലി വാങ്ങുന്നത് കണ്ട് പണം വാങ്ങിയ നിമിഷം കുഞ്ഞാലി എഴുന്നേറ്റിട്ട് ഒറ്റ ചവിട്ടാണ് ഹംസന്റെ കസേരക്ക്. ചരിത്രത്തിലുള്ളതാണ്, ഞാൻ ഉണ്ടാക്കി പറയുന്നതല്ല. 3 മലക്കം മറിഞ്ഞതാണ്. രണ്ടാമത് എഴുന്നേറ്റ് നിൽക്കാൻ ഹംസക്ക് പറ്റിയില്ല. എഴുന്നേൽക്കുമ്പോഴത്തേക്കും കുഞ്ഞാലി സീറ്റിൽ നിന്ന് എഴുന്നേറ്റു. ഹംസ ഒരൊറ്റ ഓട്ടം. ആ ഓട്ടം ഓടിയിട്ട് ഹംസ പിന്നെ രണ്ടാമത് CPM-ന്റെ ഓഫീസ് കയറുന്നത് കുഞ്ഞാലി മരിച്ചതിന് ശേഷമാണ്. ആ സഖാവ് TK ഹംസനെ കൊണ്ടുവന്നിട്ടാണ്, കാട്ടുകള്ളനായ ഈ മൂരാച്ചിനെ കൊണ്ടുവന്നിട്ടാണ് മലബാറിലെ മാപ്പിളമാരുടെ ചരിത്രം പറയാൻ കണ്ണൂരിൽ CPM കൊണ്ടുവന്നത്. വേറെ ആരോടോ കിട്ടിയത്? വേറെ ആരെയാണ്? വെറുപമ്പിച്ച പണ്ഡിതനുണ്ട്, ചരിത്ര പണ്ഡിതൻ. ഇപ്പൊ അവരുടെ പുസ്തകം ഇറക്കാൻ പോകുന്ന നമ്മളുടെ KT ജലീൽ അവനറിയോ? മുസ്ലിം ലീഗിന്റെ അക്കൗണ്ടിൽ PSMO കോളേജിൽ 1 ഉറുപ്പികയും കൊടുക്കാതെ അവിടുത്തെ മാനേജ്മെന്റിന്റെ മുസ്ലിം ലീഗ് മാച്ചിട്ടാണ് കണ്ണൂരിൽ മുസ്ലിം സെമിനാർ പറയാൻ വരുന്നത്. അവൻ പറയേണ്ടത് ആരെ കുറിച്ചാണ്? PSMO കോളേജിനെ കുറിച്ച്. PSMO കോളേജ് മലബാറിലെ മാപ്പിളമാരെ കുറിച്ച് പറഞ്ഞാൽ, മലബാറിലെ മുസ്ലിങ്ങളെ കുറിച്ച് പറഞ്ഞാൽ PSMO കോളേജിനെ കുറിച്ച് പറയണം, ഫാറൂഖ് കോളേജിനെ കുറിച്ച് പറയണം, സർ സയ്യിദ് കോളേജിനെ കുറിച്ച് പറയണം. എന്തിന് ഇവിടുത്തെ NM കോളേജിനെ കുറിച്ച് പറയണം? നിങ്ങളത് പറയണ്ടേ?
ആരാണ് മലബാറിലെ മുസ്ലിം നവോത്ഥാനത്തിന്റെ പറയിൽ മറ്റൊരാളാണ്? കേരളത്തിലെ മുസ്ലിങ്ങളെ കുറിച്ച് ആധികാരികമായി പറയാൻ കഴിയുന്ന ഒരു വലിയ പണ്ഡിതൻ. ആര്? കൊടുവള്ളി നിയോജക മണ്ഡലത്തിൽ മുസ്ലിം ലീഗിന്റെ സ്ഥാനാർത്ഥിയാവാൻ മോഹിച്ചു, കുപ്പായമിട്ട്. അത് കിട്ടില്ലെന്ന് ഉറപ്പ് വരുമ്പോ CPM-ന്റെ ചാരത്തു എന്താണ് PT റഹീം, ഈ 3 പേരെ കൊണ്ടുവന്നിട്ടാണ് മാപ്പിള ചരിത്രത്തെ കുറിച്ച് ഒരു സെമിനാർ. ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾക്കറിയുമോ മേപ്പാടൻ സക്കീനയെ കുറിച്ച്? ആരാ സക്കീന എന്നറിയുമോ? ലോകത്തിന്റെ ശാസ്ത്രം മുഴുവൻ കണ്ണു നട്ട് കാത്തിരിക്കുകയാണ്. അമേരിക്ക മാത്രമല്ല, ലോകത്തിലെ ഏറ്റവും വലിയ പുരോഗമന ശാസ്ത്രീയമായി മുന്നിൽ നിൽക്കുന്ന രാജ്യങ്ങൾ വാന നിരീക്ഷണം നടത്തുകയാണ്. എത്ര താരാപഥങ്ങളുണ്ട്, എത്ര നക്ഷത്രങ്ങൾ, എന്തൊക്കെയുണ്ട് തന്ത്രം. ഈ അണ്ടകടാഹത്തിലെ സകല ശാസ്ത്രീയ സത്യങ്ങളും കണ്ടുപിടിക്കാൻ അവന് ലഭ്യമായ സകല മെഷീനറിയും ഉപയോഗിച്ചു കൊണ്ടിരിക്കുമ്പോ മലപ്പുറത്തിന്റെ നാട്ടിൻ പുറത്തുള്ള ഒരു സക്കീന പുൽപ്പാടൻ എന്ന് പറയുന്ന ഒരു പെൺകുട്ടി അവരോട് വിളിച്ചു പറഞ്ഞ എന്താണെന്നറിയോ നിങ്ങള്? ഇതാ പുതിയൊരു നക്ഷത്രമുണ്ട്. അവർ കണ്ടില്ല. ആ കുട്ടിക്ക് ലോകത്തിന്റെ അവാർഡ് കൊടുക്കേണ്ടി വന്നു. ലോകത്തിലെ ശാസ്ത്രത്തിന് ഒരു പുതിയ അംഗീകാരം. മലപ്പുറത്തിന്റെ നാട്ടുംപുറത്തിലെ ഒരു സക്കീന പുൽപ്പാടൻ എന്ന് പറയുന്ന ഒരു കൊച്ചു പെൺകുട്ടി ലോകത്തിലെ ശാസ്ത്രത്തെ ഞെട്ടിച്ചുകൊണ്ട് പറഞ്ഞു, ഇതാ ഞാൻ എന്റെ നേത്രങ്ങൾ കൊണ്ട് കണ്ടുപിടിച്ച ഒരു നക്ഷത്രം. ശാസ്ത്രം ആ നക്ഷത്രത്തെ നോക്കുന്നത് സക്കീന പറഞ്ഞപ്പോഴാണ്. മലബാറിലെ മാപ്പിളമാരുടെ ചരിത്രം നിങ്ങൾ പറയുമ്പോ സക്കീനയെ മാറ്റിവെച്ച് പറയാനാവില്ല. സക്കീനയെ മാറ്റിവെച്ച് പറയാനാവില്ല. 1,80,00,000 ഉറുപ്പികമാകുന്ന സൗദ മലപ്പുറത്തിന്റെ കുട്ടിയാണ്. നിങ്ങൾക്കറിയുമോ? മാപ്പിള മക്കളിൽപ്പെട്ടവരാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ശമ്പളം വാങ്ങുന്ന പെൺകുട്ടി ആര് എന്ന് ചോദിച്ചാൽ അതിന്റെ ഉത്തരം സൗദ എന്ന പെൺകുട്ടിയാണ്. എവിടുന്ന തുടങ്ങിയത്? ഞാൻ പലപ്പോഴും പറയാറുണ്ട്, പൊന്നാനിയിൽ ഇത്തിരി ഞാൻ യൂത്ത് ലീഗിന്റെ ട്രഷററായിരിക്കുമ്പോ പൊന്നാനിയിലെ ഒരു പെൺകുട്ടിക്ക് 12 ലക്ഷം ഉറുപ്പിക ശമ്പളം കിട്ടുന്ന ഒരു ജോലി ഒരു +2 കഴിഞ്ഞ കുട്ടിക്ക് അവന്റെ ബുദ്ധിവൈഭവം കൊണ്ട് കിട്ടിയ പെൺകുട്ടിക്ക് കിട്ടിയപ്പോ ഞാൻ ആ സ്വീകരണ ചടങ്ങിൽ പങ്കെടുത്തിരുന്നു. ഒരിക്കലും ട്രെയിനിൽ വെച്ച് ഈ കുട്ടിയുടെ ബാപ്പയെ ഞാൻ കണ്ടു. പലയിടത്തും പറയാറുണ്ട്. ബാപ്പ എന്നോട് പറഞ്ഞു, ഞാൻ ചോദിച്ചു എങ്ങനെ മോളെങ്ങനെ ഉഷാറാണോ? അപ്പൊ പറഞ്ഞു ശമ്പളമൊക്കെ ഒരുപാട് കൂടി, 15 ലക്ഷം ഉറുപ്പിയോളുണ്ട്, അൽഹംദുലില്ലാ വളരെ റാഹത്താണ്. പക്ഷെ ഒരു സങ്കടമുണ്ട്. ഞാൻ ചോദിച്ചു എന്താ സങ്കടം? ഒരു പുതിയ പെണ്ണെ കിട്ടിയിട്ടില്ല. ഞാൻ അത്ഭുതപ്പെട്ടുപോയി. അപ്പൊ എന്നോട് പറഞ്ഞു, മോക്ക് 15 ലക്ഷം ഉറുപ്പിയാണ് ശമ്പളം, ഒരു 12 ലക്ഷം ഉറുപ്പികളും കിട്ടുന്നുണ്ട്, പുതിയ പെണ്ണെ കിട്ടണ്ടേ? മലബാറിലെ മാപ്പിള പെൺകുട്ടികളുടെ അവസ്ഥ അതാണ്. മഹാനായ പൂക്കോയത്തങ്ങൾ അവസാനത്തെ പ്രസംഗം എവിടെ? അങ്ങ് കാഞ്ഞങ്ങാട്ട പൊതുസമ്മേളനം, അവസാനത്തെ പ്രസംഗം, പൊതുയോഗം. ആ പൊതുയോഗത്തിൽ ഒരു വസീയത്ത് പോലെ കേരളത്തിലെ ജനതയോട് പറയാൻ പൂക്കോയ തങ്ങളുടെ റെക്കോർഡ് ചെയ്യപ്പെട്ട സ്പീച്ചാണത്. തങ്ങൾ പറയാൻ, പ്രിയപ്പെട്ട സമുദായമേ, നിങ്ങൾ ദയവ് ചെയ്ത് നിങ്ങളുടെ പെൺകുട്ടികളെ ഒരു 10ാം ക്ലാസ് വരെയെങ്കിലും പഠിപ്പിക്കണം. 10ാം ക്ലാസ് വരെയെങ്കിലും പഠിപ്പിക്കണം. അറിയുമോ ഈ മലബാറിലെ മാപ്പിള ചരിത്രം എഴുതാൻ വന്ന ഈ ഈനാമ്പേച്ചികൾക്ക് ഇവർക്കറിയുമോ? 10ാം ക്ലാസ് വരെയെങ്കിലും പഠിപ്പിക്കണമെന്ന് ആഗ്രഹിച്ച് മരിച്ചുപോയ പൂക്കോയത്തങ്ങൾ ആ തങ്ങളുടെ മുദ്രാവാക്യം ഏറ്റെടുത്തു. മഹാനായ CH. ആ CH-ന്റെ പേരക്കുട്ടിയാണ് സൗദ. ആ CH-ന്റെ പേരക്കുട്ടിയാണ് സക്കീന. ആ CH-ന്റെ പേരക്കുട്ടികളാണ് പ്രതാപത്തോടെ കേരളക്കരയിൽ തല ഉയർത്തിപ്പിടിച്ചു നിൽക്കുന്ന മാപ്പിള പെൺകുട്ടികളും ചെറുപ്പക്കാരനും. എടോ CPM-കാരാ, എടോ നരമ്പ് രോഗിയായിട്ടുള്ള ജയരാജ, ഇതിൽ നിന്റെ സംഭാവന എന്താണ്? നീ പറ. ഞങ്ങളിതൊക്കെ കീഴടക്കി നിങ്ങളുടെ മുമ്പിൽ സാഷ്ടാംഗ പ്രണാമം നടത്താം. നീ പറ, ഇവിടുത്തെ മുസ്ലിം സമൂഹത്തിന്റെ പുരോഗതിയിൽ നിന്റെ പങ്കെന്താണ്? നിന്റെ പിണറായി വിജയന്റെ പങ്കെന്താണ്? ഏറ്റവും വലിയ മനസ്സ് മുഴുവൻ വിഷം കൊണ്ട് കിടക്കുന്ന ഈ 90-ലും വിഷത്തിന്റെ പൂരം തീർക്കാത്ത അച്യുതാനന്ദനോട് പറ. നിങ്ങൾ പറ, ആർക്കാണോ ഉള്ളത്? എന്നിട്ട് മലബാറിലെ മാപ്പിള മക്കളുടെ ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ വന്നിന്റെ മുകളിൽ മുന്തിരി വെച്ച മാതിരി കുറെ ഏമ്പോക്കികൾ വന്ന് നിൽക്കുകയാണ്. നിങ്ങൾക്ക് എങ്ങനെ കഴിയുമല്ലോ? നിങ്ങൾക്ക് എങ്ങനെ കഴിയും? ഇത് ഈ നേട്ടങ്ങൾ മുഴുവൻ മാപ്പിളമാരുണ്ടാക്കിയത് ഒരുത്തന്റെ വീട്ടിന്റെ പിന്നാമ്പുറത്തും പോയിട്ടല്ല, ഒരു തീവ്രവാദിയോട് സന്ധി ചെയ്തല്ല. ഞങ്ങൾ ഇതൊക്കെ പൊരുതിയെടുക്കുമ്പോ ഞങ്ങളുടെ കൂടെ ഈ നാട്ടിലെ ഹിന്ദു സഹോദരന്മാരുണ്ട്. അവർ കൈവച്ചു തന്നതാണ്. അവരാണ് ഈ സമുദായത്തെ ഉയർത്തിക്കൊണ്ടുവരാൻ അവന്റെ പുരോഗതി അവന്റെ കൂടെ പോരാട്ടം നടത്തിയത്. ഒരു ഇക്വേഷൻ ഉണ്ട് കേരളക്കരയിൽ. അത് പിണറായിക്ക് അറിയില്ല, അതൊരു പക്ഷേ അറിയില്ല പി ജയരാജന്. എന്താണെന്ന് അറിയുമോ? എല്ലാ മാസത്തിലും നട തുറക്കുമ്പോ ലോകത്തിൽ എവിടെയായിരുന്നാലും ഒരുപക്ഷെ ലോകരാഷ്ട്രീയം മുഴുവൻ കറങ്ങിത്തിരിയുന്ന കരുണാകരൻ, ആ കരുണാകരന് ഗുരുവായൂരിലെത്തണം. എല്ലാ മാസവും ഗുരുവായൂരിൽ കണ്ണു തുറക്കുന്നത്, ഗുരുവായൂർ നട തുറക്കുന്നത് കരുണാകരനെ കണ്ടുകൊണ്ടാണ്. ഏറ്റവും നല്ല ഹിന്ദു, മലയാളം കണ്ട ഏറ്റവും നല്ല വൈകാരിക ഹിന്ദു ആ കരുണാകരൻ. ഒരു ഭാഗത്ത് തന്റെ ജീവിതം കൊണ്ട് എന്താണ് മനുഷ്യന്റെ ധർമ്മമെന്ന് ലോകത്തിന് പഠിപ്പിച്ചു കൊടുത്ത, മലയാളിക്ക് പരിചയപ്പെടുത്തി കൊടുത്ത മഹാനായ ധീരനായിട്ടുള്ള മഹാനായ പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ
ഇവരൊക്കെ കൂടി ഉണ്ടാക്കിയ ഒരു രാഷ്ട്രീയ സമവാക്യമുണ്ട്. ആ സമവാക്യം മതേതരത്വത്തിൻ്റെതാണ്, ആ സമവാക്യം ജനാധിപത്യത്തിൻ്റെതാണ്. ആ സമവാക്യമാണ് കേരളക്കരയെ ഇന്നുവരെ കൊണ്ടുപോയത്. അതിനെ തകർക്കാൻ ഞാൻ മാർക്സിസ്റ്റ് പാർട്ടിയുടെ സുഹൃത്തുക്കളോട് ചോദിക്കട്ടെ. നിങ്ങൾ ഈ സെമിനാർ നടത്തിയതിനെ കുറിച്ച് മാത്രമല്ല, ഞാൻ ഈ അടുത്ത് വടകരയിൽ ഒരു സെമിനാറിൽ അവിടുത്തെ ജേർണലിസ്റ്റ് വിദ്യാർത്ഥികളുമായി സംസാരിക്കുമ്പോൾ ആ സംസാരത്തിനിടയിൽ അവരെന്നോട് ചോദിച്ചു, അച്യുതാനന്ദനെ കുറിച്ച് എന്താ നിങ്ങളുടെ അഭിപ്രായം? ഞാൻ പറഞ്ഞു, അച്യുതാനന്ദനെ കുറിച്ച്, അച്യുതാനന്ദന്റെ പോരാട്ട വീര്യം, എനിക്ക് ആ വീര്യത്തോട് ബഹുമാനമുണ്ട്. കാര്യം എന്താണ്? പോലീസ് കണ്ണുരുട്ടുമ്പോഴേക്കും എന്ന് പറഞ്ഞ് ആവിട്ടുകാരുന്ന ഡിവൈഎഫ്ഐ നേതാക്കന്മാരുള്ള കാലത്ത് 90 വയസ്സിനും പൊരുതാനുള്ള ആർജവം നല്ലതാണ്. അതൊരു ഒരു ഒരു ശക്തിയാണ്, തെറ്റല്ല. എന്നാൽ അച്യുതാനന്ദന്റെ നിലപാടുകളോട് കൃത്യമായ വിയോജിപ്പ് എനിക്കുണ്ട്. അതിലെ പ്രധാന വിയോജിപ്പ് എന്താണ് ഞാൻ ചോദിക്കട്ടെ. നിങ്ങൾ പരിശോധിക്കൂ, മീഡിയകൾ പരിശോധിക്കട്ടെ, ജനങ്ങൾ പരിശോധിക്കട്ടെ. 90 വയസ്സിന്റെ ദീർഘമായ രാഷ്ട്രീയ ജീവിതത്തിനിടയിൽ സഖാവ് അച്യുതാനന്ദൻ ഏതെങ്കിലും ഒരു മുസ്ലിം ഇഷ്യൂ ഏറ്റെടുത്തു എന്ന് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഏതെങ്കിലും ഒന്ന് നിങ്ങൾ പറ. അദ്ദേഹം കൈവച്ച എല്ലാ മുസ്ലിം ഇഷ്യൂസും നെഗറ്റീവാണ്. മലപ്പുറത്തെ മുസ്ലിങ്ങളെ കുറിച്ച് പറഞ്ഞു, അവർ കോപ്പിയടിച്ചു. മലപ്പുറത്തിലെ മുസ്ലിങ്ങൾക്ക് പിന്നോക്ക ജില്ലക്ക് കൊടുത്ത സ്കൂൾ +2 കുറിച്ച് പറഞ്ഞു, ഗവർണർക്ക് കത്തെഴുതി. എന്തിനവസാനം നിങ്ങളൊക്കെ ഓർക്കുക, ഷുക്കൂറിന്റെ കൊല്ലപ്പെടലും ചന്ദ്രശേഖരന്റെ കൊല്ലപ്പെടലും കേരള രാഷ്ട്രീയത്തിൽ ഒരു പ്രത്യേക ചർച്ച വന്നതാണ്. രണ്ടും മാറ്റി വെച്ചുകൊണ്ട് ഒരു മാധ്യമമോ ഒരു പത്രമോ ഒരു TV ഒന്നും ഇതുവരെ പറഞ്ഞിട്ടില്ല. ഷുക്കൂറിന്റെ വധം അല്ലെങ്കിൽ ചന്ദ്രശേഖരന്റെ വധം. ഒരുപക്ഷെ ഈ പുതിയ സോഷ്യൽ മീഡിയയുടെ പുതിയ കടന്നുവരവായിരിക്കാം ഷുക്കൂറിനെ ഓർക്കാത്ത, ചന്ദ്രശേഖരനെ പറയാത്ത ഒരു ദിവസം മലയാളത്തിൽ കഴിഞ്ഞു പോകുന്നില്ല. ഒരു പത്രം ഇറങ്ങുന്നില്ല, ഒരു സോഷ്യൽ മീഡിയ വരുന്നില്ല, ഒരു TV ചാനൽ ഉണ്ടാകുന്നില്ല. എല്ലാ ദിവസവും ആ ഷുക്കൂറിനെ ആരാവകണം. ഞാൻ ചോദിക്കുന്നത്, ചന്ദ്രശേഖരന്റെ വീട്ടിൽ വരാൻ അച്യുതാനന്ദന് രാഷ്ട്രീയമായ ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്. എന്താ കാരണം? അതിൽ ഒരുപക്ഷെ ഷുക്കൂറിന്റെ വീട്ടിൽ പോകുന്നത് പോലെ അല്ല. കാര്യം എന്താണ്? മാർക്സിസ്റ്റ് പാർട്ടിയുടെ ആ പാർട്ടി ഔദ്യോഗികമായി കൊലപ്പെടുത്തിയ കുറ്റവാളിയാണ്, കൊലപ്പെടുത്തിയ ഒരു രക്തസാക്ഷിയാണ് ചന്ദ്രശേഖർ എന്ന് പറയുന്നത്. മാർക്സിസ്റ്റ് പാർട്ടി ഡയറക്റ്റ് ഇൻവോൾവ്മെന്റ് ആണ്. എന്ന് വെച്ചാൽ ആ പാർട്ടിയുടെ സംസ്ഥാന തലം മുതൽ ആലോചന നടത്തി പാർട്ടിയുടെ വർഗശത്രുവായി പ്രഖ്യാപിച്ച് കൊന്നുകളയുമെന്ന് ഭീഷണിപ്പെടുത്തി അവിടെ പോയി കൊന്നതാണ് ഷുക്കൂറിന്റെ കേസ്. എന്നാൽ ജയരാജൻ എന്ന് പറയുന്ന, ഞാൻ നേരത്തെ പറഞ്ഞ ചോരക്കുടിയന്റെ മനോവ്യാപാരം കൊണ്ട് മാത്രമുണ്ടായ ആ സമയത്തുണ്ടായ ഒരു ഇൻസിഡന്റ് ആണ്. ഇവിടുത്തെ ലീഗാരെ പഠിപ്പിക്കാൻ, ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധരെ പഠിപ്പിക്കാൻ, ഞങ്ങളോട് കളിച്ചാൽ അറത്ത് കളയുമെന്ന് പറയാൻ കയ്യിൽ കിട്ടിയ കൊച്ചുകുഞ്ഞിനെ വെട്ടിക്കൊന്നതാണ്. രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട്. എന്നാൽ അച്യുതാനന്ദൻ ചന്ദ്രശേഖരന്റെ വീട്ടിൽ പോയി. അച്യുതാനന്ദൻ ചന്ദ്രശേഖർ മരിച്ച ദിവസം വന്നു. അച്യുതാനന്ദൻ 90 വയസ്സ് തികയുന്ന അന്നും പറഞ്ഞു ചന്ദ്രശേഖരനെ കൊന്നത് തെറ്റായി. ഞാൻ തിരുവനന്തപുരത്ത് ഷുക്കൂറിന്റെ ഉമ്മയും സഹോദരന്മാരും മനുഷ്യന്റെ മുമ്പിൽ പോയി ഉമ്മയുടെ തലയിൽ തട്ടമുണ്ടായിരുന്നു എന്നതാണോ? ആ ഉമ്മ പർദ്ദ ധരിച്ചു എന്നതായിരുന്നോ? അച്യുതാനന്ദനെ പോലെ രാവിലെ എഴുന്നേറ്റ് ഫോൺ ചെയ്യാൻ എവിടെയെങ്കിലും കുഴപ്പമുണ്ടോ? എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ മൂപ്പർക്ക് അന്ന് അൽഹംദുലില്ലാത്തവരേ ഉള്ളൂ. മൂപ്പർക്ക് അത് കേട്ട ശീലം ഉണ്ടാവും. അവിടത്തേക്ക് വണ്ടി കൊടുത്ത് പുറപ്പെടുന്ന ഇയാൾ വീട്ടിന്റെ മുമ്പിൽ പോയി ആർത്ത് കരയുന്ന ഷുക്കൂറിന്റെ ഉമ്മയുടെ രോദനം കേട്ടില്ല. വർഗീയതയുടെ വിഷപ്പിത്ത് നിങ്ങളുടെ മനസ്സിലാണോ? നിങ്ങളുടെ മനസ്സിൽ SDPI P ജയരാജൻ സഹായിക്കുന്നത് SDPIക്കാരോടുള്ള സഹായം അല്ല. ഞങ്ങൾക്കറിയാം മുസ്ലിം ലീഗിനെ എന്തെങ്കിലും ചെയ്യാൻ ഇവർക്ക് കഴിയുമെന്ന് വിചാരിച്ചിട്ടാണ്. അതിന് ഇവൻ ഇനി ഒരുപാട് വാപ്പക്ക് പറക്കണമെന്ന് P ജയരാജൻ മനസ്സിലാക്കിയിട്ടില്ല. ഈ ഞാനൂലുകളായ SDPIക്കാരനേക്കാൾ വലിയ പോക്കിരികളെ കണ്ടിട്ടാണോ 10-67 കൊല്ലായിട്ട് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നത്? ഇവരൊക്കെ തെരുവിലാണ്. എവിടെന്നെങ്കിലും പ്രസംഗിക്കുമ്പോ കേസറ്റിലാക്കി കൊടുത്തയച്ച് വിതരണുണ്ടാക്കാൻ നോക്കുക. MLA-മാരുടെ ടൂർ പോകുമ്പോ ഞാനിങ്ങനെ റെയിൽവേ സ്റ്റേഷനിൽ ഇരിക്കുകയാണ്. തൊട്ടടുത്ത് ആരാണ്? TV രാജേഷ്. എന്നിട്ട് അത് ഫേസ്ബുക്കിൽ ഇട്ടിട്ട് പറയാണ് TV രാജേഷും KM ഷാജിയും വിനോദയാത്ര പോയി, ഇവരൊന്നായി. കുഞ്ഞാലിക്കുട്ടി പിണറായി ഒന്നായി. അതുകൊണ്ട് ഷുക്കൂറിന്റെ കേസ് എന്താണ് കുഴപ്പമായി എന്ന് പറയുന്ന ഈ അന്തംഗമ്മികളും പൊട്ടന്മാരുമായിട്ടുള്ള ആളുകൾ മാർക്സിസ്റ്റ് പാർട്ടിയെ പോലെ നിങ്ങൾക്ക് പറ്റിയ കൂട്ടാണോ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാരാ? ഇവരിങ്ങനെ വോട്ട് സൈഡ് കിടന്നുള്ള പരാക്രമല്ലാതെ ആരായിരുന്നോ P ജയരാജ? ഈ എന്താണ് സിമി? NDF അല്ല, SDPI അല്ല, സ്വന്തമായ പേര് ഇപ്പോഴും തീരുമാനിച്ചിട്ടില്ല ഈ സാധുക്കളല്ല. മറിച്ച് സിമി വന്നത് പാറത്തങ്ങാടിയിലല്ല, പാനൂരങ്ങാടിയിലല്ല,
സിമി വന്നത് ഫാറൂഖ് കോളേജിലാണ്. ഫാറൂഖ് കോളേജ് മലബാറിലെ അലിഗഡാണ്. സിമി വന്നത് സർ സയ്യിദ് കോളേജിലാണ്. സിമി വന്നത് PSMO കോളേജിലാണ്. സിമി വന്നത് കേരളത്തിലെ മുസ്ലിം ക്യാമ്പസുകളിലാണ്. MSF എന്ന് പറയുന്ന അന്നത്തെയും ഇന്നത്തെയും ശക്തിയാണ് ഫാറൂഖ് കോളേജിൽ. KSUവിനോട് മത്സരിക്കുന്നു ഫാറൂഖ് കോളേജിൽ MSF. എന്നാൽ ആ ഫാറൂഖ് കോളേജിൽ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയും പിന്തുണയില്ലാതെ സിമി ജയിച്ചു, MSFനെ തോൽപ്പിച്ചു. അറിയാമോ നിങ്ങൾക്ക്? ഈ സിമി ഒരു ഇന്റലക്ച്വൽ വാറായിരുന്നു. സിമി ഒരു ബുദ്ധിപരമായ യുദ്ധമായിരുന്നു. ഇത് തെരുവിലെ സിമിയെ കേരളത്തിന്റെ ക്യാമ്പസുകളിൽ നിന്ന് ഓട്ടി അവരെ കുന്നുകയറ്റിയ പാർട്ടിയോടാണ്. ഈ തെരുവിലെ 4 ഗുണ്ടകളെ വെച്ച് അവരുടെ രാഷ്ട്രീയം എന്താണ് നമുക്കറിയാം. SDPയുടെ രാഷ്ട്രീയം എന്താണ്? പണവുമായി ബന്ധപ്പെട്ട കുറെ കേസ്, ഒരുപാട് കേസുകൾ വിശദീകരിക്കാൻ നിൽക്കുന്നില്ല. നിങ്ങളിപ്പോ പറയുന്നത് നാറാത്ത കേസ് NIA ഏറ്റെടുത്തു. ഞാൻ ചോദിക്കട്ടെ, P. ജയരാജൻ എന്ന് പറയുന്ന ഇവിടെ വന്ന് പ്രസംഗിച്ചു പോയ വേശ്യയുടെ ചാരിത്ര പ്രസംഗം നടത്തിയ ഈ മഹാനോട് നാറാത്തു നടന്ന കേസ് ഇത് അൻസാരി ഇവിടെ ഉണ്ടല്ലോ. എത്ര തവണ അതുമായി ബന്ധപ്പെട്ട പൊതുയോഗം ഇവിടെ നടത്തി? സൂഫി സാഹിബ് മുസ്ലിം ലീഗ് നേതാക്കന്മാർ ഇവിടെ ഉണ്ടല്ലോ. നിങ്ങൾ പറ, ഏതെല്ലാം ഇടപെടലുകൾ ഞങ്ങൾ നടത്തി? ഒരു മഹല്ലത്തിന്റെ കീഴിൽ വെച്ച് 22 ചെറുപ്പക്കാർ, ആ 22 ചെറുപ്പക്കാർ തീവ്രവാദത്തിന്റെ വിഷയത്തിൽ പെട്ടുപോയപ്പോ അവരെ രക്ഷിക്കാൻ ഞങ്ങൾ പോയില്ല. ഞങ്ങൾക്ക് ഇപ്പോഴും അറിയാം അതിലെ മുഖ്യപ്രതിയുടെ പേരെന്തെന്നറിയോ? മുത്തലിബ് അല്ലേ? കമറുദ്ദീൻ മുഖ്യപ്രതി. എന്താണോ നിങ്ങൾ ബാക്കിയുള്ള കാര്യമൊക്കെ വിട്, ഷുക്കൂറിന്റെ കേസൊക്കെ തൽക്കാലം വിട്. 22 കുട്ടികൾക്ക് നാളെ പുറത്തിറങ്ങാം. നിങ്ങൾ കമറുദ്ദീനെ ഹാജരാക്കുവോ? എവിടെ കമറുദ്ദീൻ? സ്വന്തം അണികളെ കൊലക്ക് വിട്ടുകൊടുത്ത് അവന്റെ വാപ്പയും ഉമ്മയും ആർത്ത് കരയുമ്പോ ജയിലിന്റെ ഇരുട്ടറയിൽ കഴിയ NIA കസ്റ്റഡിയിൽ കമറുദ്ദീനെ വിട്ടിട്ടില്ല. ആ കമറുദ്ദീനെ നിങ്ങൾ കൊടുക്കണില്ല. കമറുദ്ദീൻ എവിടെ? രക്ഷപ്പെട്ടു. ഏത് സമുദായത്തിന്റെ പോരാട്ടത്തിന്റെ മുമ്പിലാണോ നിങ്ങൾ ഉണ്ടായത്? വലിയ ഗീർവാണം പറഞ്ഞ് വലിയ വർത്തമാനം പറഞ്ഞ് ആളുകളെ മുന്നിൽ തള്ളിയിട്ട് പിറകു നോടി ഒളിച്ചതല്ലാതെ നിങ്ങൾ എത്ര കേസുകൾ ഞാൻ വിശദീകരിക്കാൻ നിൽക്കുന്നില്ല. എത്ര കേസുകൾ നിങ്ങൾ. അതുപോലെയല്ലേ കമറുദ്ദീന്റെ വിഷയം? ആ ചെറുപ്പക്കാരെ പുറത്തു വരാൻ കഴിയുന്ന സാധ്യത. അത് മാത്രമല്ല, കണ്ണൂരിന് ഏത് കാലത്തുമുള്ള ഒരു സങ്കടമല്ലേ ഫയാസിന്റെ ഉമ്മയുടെ കരച്ചിൽ. എന്താ ഫയാസിന്റെ ഉമ്മ പറഞ്ഞത്? ഈ സങ്കടം ഉണ്ടായപ്പോ ഉമ്മ പറഞ്ഞത്, എന്റെ മോനെ കൊന്നത് ഇവരാണ്. 4 ദിവസം മുമ്പ് എന്റെ വീട്ടിൽ നിന്ന് ഇറക്കിക്കൊണ്ടു പോവുക ഖുർആൻ പഠിക്കാൻ. ഏത് ഉമ്മയാ സന്തോഷിക്കാതിരിക്കുക? എന്റെ വയറ് തൊട്ട് പുറത്തിറങ്ങി എന്റെ പുന്നാരമോൻ ഖുർആൻ പഠിച്ചു വരട്ടെ. 4ാമത്തെ ദിവസം പോലീസ് വീട്ടിലെത്തിച്ച വാർത്ത കാശ്മീരിൽ ഇന്ത്യയോട് പടവെട്ടി മരിച്ചു എന്നാണ്. 2ാമതൊരു മോനുണ്ടെങ്കിൽ അവനെ പോറ്റാം, ഇവൻ പോട്ടെ എന്ന് പറയാം. ഒരേ ഒരു മോൻ, മക്കളുല്ലേ പറയും. എന്നിട്ട് ആ ഉമ്മ പറഞ്ഞു, എന്റെ മോന്റെ മയ്യത്ത് വേണ്ട. 2ാമത് ഈ തടിയന്റെ അവിടെ നസീർ അടക്കമുള്ള. ഇനി മറ്റൊന്ന് ചോദിക്കട്ടെ P. ജയരാജനോട്. അതിനിടയിൽ ആരാ ജയരാജ തടിയന്റെ അവിടെ നസീർ? നിങ്ങൾ ഇവിടുത്തെ കുട്ടികളുടെ കണക്കെടുക്കാൻ വന്നല്ലോ. ആരാടോ ഈ തടിയന്റെ അവിടെ നസീർ? തടിയന്റെ അവിടെ നസീർ കണ്ണൂർ ജില്ലയിൽ ഒരുപാട് കാലത്തെ ജീവിത ചരിത്രം ഉണ്ടല്ലോ. അവൻ MSF ആയിരുന്നോ ക്യാമ്പസിൽ? അല്ല ജയരാജ, SFI. കണ്ണൂർ സിറ്റിയിൽ അവൻ യൂത്ത് ലീഗ് ആയിരുന്നോ? അല്ല, DYFI. CPM-ന് വേണ്ടി കൊലപാതകം നടത്തി കൊലക്കേസിലെ പ്രതിയാണ് നസീർ. ഇപ്പോ തീവ്രവാദത്തിന് മുമ്പ് ഒരു അവിഹിത ചുറ്റുവെട്ടുമായി ബന്ധപ്പെട്ട ഒരു കേസിൽ ഒരുത്തനെ കൊന്നു. കോടിയേരി ആഭ്യന്തരമന്ത്രിയായിരിക്കുമ്പോ ഈ പറയുന്നവൻ കണ്ണൂർ ജില്ലയിൽ വിറപ്പിച്ച ഗുണ്ടയാണ്. കണ്ണൂർ സിറ്റിയിലെ ഗുണ്ടയാണ്. കോടിയേരി അല്ല നസീറെ പിടിച്ചത്. അത് പിടിക്കാൻ UDF-ന്റെ മന്ത്രിസഭയോ അല്ലെങ്കിൽ NIA-യോ വേണ്ടി വന്നു. ജയരാജൻ പറ, ഈ നസീർ ആരാ? നിങ്ങൾ പറ, SDPI-യുടെ ആളുകൾ ആരാണ്? ഇനി കോടിയേരിയുടെ കണക്കെടുക്കുക. നിങ്ങൾ ആഭ്യന്തരമന്ത്രി കോടിയേരി എവിടെ? ഞാൻ വിശദീകരിക്കാൻ കോടിയേരി ഒറ്റക്കൽ പോലീസ് സ്റ്റേഷൻ ആക്രമണം. ഞാനൊക്കെ കേട്ട ഒരു പോലീസ് സ്റ്റേഷൻ ആക്രമണം എന്താ? നമ്മൾ അജിതയുടെ ഒക്കെ പുൽപ്പള്ളി പോലീസ് സ്റ്റേഷൻ ആക്രമണം. ഒരു ചരിത്രത്തിൽ പറയാവുന്ന ഒരു പോലീസ് സ്റ്റേഷൻ ആക്രമണം. പോലീസുകാരനെ കൊന്ന് ചോര കൈപ്പത്തി ചുമരിൽ വരച്ചു വെച്ച അജിത ഇല്ലേ? അതിന് തുല്യമാണ് പെട്ടെന്ന് എവിടെ നിന്നറിയാതെ കുറെ വാഹനങ്ങൾ വന്ന് കോട്ടക്കൽ പോലീസ് സ്റ്റേഷൻ ചുറ്റുവളയുന്നു. ആളുകളെ മുഴുവൻ പേടിപ്പെടുത്തി വാൾ വീശി വന്നവരെ മുഴുവൻ ഓടിക്കുന്നു. പോലീസ് സ്റ്റേഷനിൽ ബന്ദിയാക്കിയവരെ ഇറക്കി കൊണ്ടുപോകുന്നു. അന്ന് ആഭ്യന്തരമന്ത്രി കോടിയേരിയാണ്. ആ കോടിയേരി ഒരു രോമത്തിൽ തൊട്ടിട്ടില്ല അതിലെ പ്രതികളെ. കേസ് പോലും FIR ഇട്ടില്ല. അറിയോ?
പോലീസ് സ്റ്റേഷൻ ബന്ദോബസ്താക്കിയിട്ട് അതിലെ പോലീസുകാരനെ അടിക്കുകയും പരിക്കേൽപ്പിക്കുകയും പോലീസ് വണ്ടി ആക്രമിക്കുകയും ചെയ്തിട്ടില്ല. എന്നിട്ട് അത് മാത്രമല്ല, ഫയാസ് ഇവിടെ ഫസൽ കൊല്ലപ്പെട്ടപ്പോ, ഞാനന്ന് യൂത്ത് ലീഗിന്റെ ഭാരവാഹിയാണ്, ഫസൽ കൊല്ലപ്പെട്ടപ്പോ CPM-കാരന്റെ പ്രസംഗം, SDPI-കാരന്റെ പ്രസംഗം ബായി ആയിരുന്നു. എന്തായിരുന്നു പ്രസംഗം? BJP കൊന്നു, BJP കൊല്ലൂലെന്നല്ല, RSS ചെയ്യൂലെന്നല്ല, BJP ആണ്. എന്നിട്ട് CPM-കാരൻ നിന്നിട്ട് കൈയടിക്കാൻ SDPI-കാരൻ ഘോരഘോര പ്രസംഗിക്കുമ്പോ എവിടെയാണോ കാരായി? നിങ്ങൾ പറയുന്നുണ്ടല്ലോ, ഇവിടെ ഷുക്കൂറിന്റെ കേസ് ലീഗ് എന്ത് ചെയ്തു? 118 എന്ന് പറയുന്ന വകുപ്പ് വെച്ചിട്ട് 10 ദിവസം കേരളത്തിന്റെ ജയിലിൽ കിടന്ന ഒരുത്തനെ നിങ്ങൾ കാണിച്ചു തരുമോ CPM-കാരാ? എന്താ 118 എന്നുള്ള വകുപ്പിന്റെ ഗൗരവം എന്ന് പഠിക്കും. എന്നാൽ ഷുക്കൂർ കേസിൽ 118-ൽ P. ജയരാജൻ പെട്ടപ്പോ CPM-കാരന്റെ വലിയ പുലിയാന്ന് പറയുന്ന ഇവനെ 29 ദിവസം കണ്ണൂർ സെൻട്രൽ ജയിലിന്റെ ഇരുട്ടിൽ അടച്ചത് മുസ്ലിം ലീഗ് പാർട്ടിയുടെ പരിശ്രമമാണ്. അറിയാം നിനക്ക്? 28 അതിന്റെ ചൊരുക്ക് തീർക്കാൻ വന്നിട്ട് ലീഗിന്റെ മേക്കിട്ട് കാര്യമില്ല ജയരാജ. ഒരു കാര്യം ജയരാജന് ഓർത്തോ, നിന്റെ ഈ ചോര കൂടി അവസാനിപ്പിച്ചിട്ടില്ലെങ്കിൽ ജയിലല്ലാത്തൊരു മാർഗം നിനക്കുണ്ടാവില്ല. നിയമത്തിന്റെ പടിയിൽ വരും നിങ്ങൾ. കത്തിയായിട്ട് വരുന്ന RSS-കാരന്റെ തല്ലിപ്പടി NDF-കാരന്റെ പടി നമുക്കില്ല. നിയമത്തിന്റെ പടി, രാജ്യത്തിന്റെ വ്യവസ്ഥയെ മാനിക്കുന്നവരാ ഞങ്ങൾ. അത് വിടുമെന്ന് വിചാരിക്കണ്ട. അത് ഷുക്കൂറിന്റെ കേസിലായാലും ഏതു കേസിലായാലും. ഞാൻ പറഞ്ഞു വന്നത് ഫസലിന്റെ കാരായിയെ CBI അറസ്റ്റ് ചെയ്യുന്നത് വരെ രോമത്ത് തൊട്ടുള്ള SDPI-കാരൻ. അതും അല്ലല്ലോ SDPI-കാരാ. നിന്റെ ആദ്യത്തെ രക്തസാക്ഷി ഫസലൊന്നും അല്ല, അബൂബക്കർ മാഷാണ്. കുട്ടി അടിമാടിയിലൂടെ നടക്കുന്നുണ്ടല്ലോ, ആ കുട്ടിയെ പോലെ. ഇപ്പോഴും തൊട്ടിട്ടില്ല നിങ്ങൾ, ഒരു രോമത്ത് തൊട്ടിട്ടില്ല. കാര്യം എന്താണ്? മറുഭാഗത്ത് CPM വന്ന ഒരു കേസിലും നിങ്ങൾ അവരുമായി സന്ധി ഉണ്ടാക്കിയിട്ടേ ഉള്ളൂ. കൂടെ നിൽക്കുന്ന പ്രവർത്തകന്റെ ചോര വിറ്റ് പണം വാങ്ങിയിട്ടേ ഉള്ളൂ. അതിന്റെ ഫസലിന്റെ വീട്ടിൽ പോയി ഫസലിന്റെ സഹോദരിയുടെ കരച്ചിൽ കേട്ടിട്ടാണ് ഞാൻ തലശ്ശേരിയിൽ പ്രസംഗിക്കുമ്പോൾ പറഞ്ഞത് ഫസലിനെ കൊന്നത് CPM ആണ്. എന്നെ ആക്ഷേപിച്ചു, അതിനെതിരായി പ്രസംഗിച്ചു. അന്ന് സൈനുദ്ദീൻ സാഹിബിനടക്കം എനിക്കുമെതിരെ കേസ് കൊടുത്തു നിങ്ങൾ CPM-കാർ. ആ കേസ് കൊടുത്തതിന്റെ സാക്ഷി NDF-കാർ. എന്തിന്? CPM ആണ് പ്രതിയെന്ന് അന്വേഷണം നടക്കുന്ന കേസിൽ പ്രസംഗിച്ചു എന്ന് പറഞ്ഞിട്ട് ഇല്ലേ? ഞാൻ പറഞ്ഞു വന്നത്, ഇവിടെ ഒരു കാര്യമുണ്ട്. കണ്ണൂർ ജില്ല, ആ ജില്ലയുടെ രാഷ്ട്രീയം മെനഞ്ഞാന്ന് നിങ്ങൾ ഓർത്തു നോക്ക്. ഒരു മുഖ്യമന്ത്രിയോട് ജയരാജൻ ഇവിടെ പോയിട്ടാണ് ഈ മനുഷ്യൻ ഈ ജില്ലയെ തകർത്ത് തരിപ്പണമാക്കും. ഞാൻ നേരത്തെ പറഞ്ഞ ഇയാളോ കൊളായി, ഇയാളുടെ ജീവിതം അങ്ങനെ, ഇയാളുടെ കുടുംബം അങ്ങനെ. മോനാണെങ്കിൽ ബോംബെടുക്കർക്ക് പൊട്ടിക്കാൻ പറഞ്ഞാൽ കേൾക്കണ്ടേ? അച്ഛനെ കണ്ടിട്ടില്ലേ ബോംബ് അടിക്കുന്നത്? ഓരോട് എത്ര പറഞ്ഞാലും കേൾക്കില്ല. ഒന്ന് പറഞ്ഞാൽ അതിന് ബോംബ് പൊട്ടിക്കും, അതിൽ ബോംബ് കൈ കിടന്ന് പൊട്ടി. അങ്ങനെ 100 തരം കേസുകൾ ചങ്ങായി. അതുകൊണ്ട് ഇയാൾക്ക് വലിയ മനോവിഭ്രാന്തി ഉണ്ടാവും. ആ മനോവിഭ്രാന്തി ഉള്ളത് കൊണ്ട് ജയരാജന് ഇത് മൊത്തം നശിപ്പിക്കാൻ വിചാരിച്ചിട്ടാണ് ഓപ്പറേഷന് പോയതാണ്. അത് ബോധം കെട്ടിട്ട് പോയതാണ്. എങ്ങനെ? തീരെ സുഖമില്ലാണ്ട് ബോധമില്ലാണ്ട് ഫ്ലൈറ്റിൽ നേരെ പോയതാണ്. അങ്ങനെ വിദേശത്ത് പോയി ഓപ്പറേഷൻ കഴിഞ്ഞ് വന്നതാണ്. തിരിച്ചു വരുമ്പോഴും സഡേഷൻ ആയിരുന്നു, ഒന്നും കണ്ടിട്ടില്ല. ഇതുപോലെ തന്നെയാണ്, കേരളം പോലെ തന്നെയാണ്, ലണ്ടൻ എന്നൊക്കെ വിചാരിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് ഇപ്പൊ അടുത്ത് ചോദിച്ചു, നിങ്ങൾ വിദേശത്ത് പോണില്ലേ? അയാൾ പറഞ്ഞു അങ്ങനെ അതിനൊന്നും ആവശ്യമില്ല, ഇവിടെ തന്നെ മതി എന്നാണ് അയാളുടെ. ഞാൻ എപ്പോഴും പറയാറുണ്ട്, അയാളുടെ ഒരു കുപ്പായ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? എത്ര കാലമായി ആ കുപ്പായ ഇടാൻ തുടങ്ങിയിട്ട്? അതിനൊരു പുതിയ പോക്കറ്റ് അടിച്ചു വെക്കുക, അതിന്റെ അതിന് അവനാന്റെ കുപ്പായം പോലും മാറാൻ സമ്മതിക്കാത്ത ഈ ചങ്ങായി ഈ രാജ്യം മാറാനുള്ള എന്തെങ്കിലും ഒരു പരിശ്രമം നടത്തും സഹോദരന്മാരെ? സമ്മതിക്കൂല. ആ കൊലത്തിലാണ് ഇങ്ങനത്തെ കുറെ ആളുകളെ വെച്ചിട്ട് അതിന്റെ ബാക്കിയാണ് ഈ ജയരാജൻ എന്ന് പറയുന്ന ആൾ. കണ്ണൂർ ജില്ലയിൽ മുഖ്യമന്ത്രിയുടെ കാർ ആലോചിച്ച് നോക്ക്. ആ കാർ ആക്രമിച്ചിട്ട് മുഖ്യമന്ത്രിയെ ഇത്ര ഭീകരമായി, എന്തും മനോഹരമായിട്ടാണ് മുഖ്യമന്ത്രി പ്രതികരിച്ചത്. ഒരു പക്ഷേ രാഷ്ട്രീയമായി വ്യത്യസ്ത ചേരി നിൽക്കുമ്പോഴും അനുകൂലിച്ചു നിൽക്കുമ്പോഴും ഒക്കെ നമുക്ക് യോജിപ്പും വിയോജിപ്പും ഉണ്ടാകാം. പക്ഷേ അദ്ദേഹത്തിന്റെ മന്ത്രിസഭക്കകത്ത് അദ്ദേഹം നേതൃത്വം കൊടുക്കുന്ന ഒരു മുന്നണിക്കകത്ത് ഒരു MLA ആവാൻ കഴിഞ്ഞു എന്നതിൽ എനിക്ക് അഭിമാനം തോന്നിയത് അദ്ദേഹത്തിന്റെ ഒറ്റ സ്റ്റേറ്റ്മെന്റ് ആണ്. അർത്ഥം വേണ്ട. നെഞ്ചിൻ കൂട് പിണറായി വിജയൻ പറഞ്ഞല്ലോ. എന്താ പിണറായി പറഞ്ഞത്? നെഞ്ചെന്താ ഇരുമ്പോണ്ട് ഉണ്ടാക്കിയതാണോ? പിണറായിന്റെ തോലന്നെ ഇരുമ്പോൺ. ആരാധി പാർട്ടി, ആരാധി സാധനവൻ. പക്ഷെ മനുഷ്യന്റെ അങ്ങനെ കാണിച്ചു. അദ്ദേഹം ഷർട്ട് നീക്കി കാണിച്ചു ചോര പൊടിഞ്ഞു നിൽക്കുന്ന നെഞ്ച്. കാണിച്ചു നോക്ക്. മുഖ്യമന്ത്രിയെ ഇപ്പൊ അന്വേഷണ റിപ്പോർട്ട് എന്താണ്? SP-ക്കെതിരെ. SP മാത്രം ഉത്തരവാദിയാ. മുഖ്യമന്ത്രി എന്താ പറഞ്ഞത്? ഒരു പോലീസുകാരുടെയും കുറ്റപ്പെടുത്തിക്കൂടാ. ഞാൻ പറഞ്ഞതാണ് വെടിവെക്കരുത് എന്ന്, അവരെ തടയാൻ ശ്രമിക്കരുത് എന്ന്. ഒരുപക്ഷെ അവരെ പറഞ്ഞു വിട്ട നേതാക്കന്മാർക്ക് അവർ മരിച്ചാൽ കുഴപ്പമുണ്ടാവില്ല. പക്ഷെ എനിക്കുണ്ട്. ഇതല്ലടോ ഭരണാധികാരി? ഇതല്ലടോ ഒരു ഭരണാധികാരി?
അവരെ പറഞ്ഞു വിട്ടവർക്ക് കുഴപ്പമുണ്ടാവില്ല. അങ്ങ് തീർന്നാൽ കൂത്തുപറമ്പിൽ 5 പേർ മരിച്ചത് മറന്നോ? സഖാവെ, കൂത്തുപറമ്പിലെ പുഷ്പന മറന്നോ? ജീവിച്ചിരിക്കുന്ന രക്തസാക്ഷികളെ മറന്നോ? നിങ്ങൾ ആലോചിച്ച് നോക്കണം. ഒരു മുഖ്യമന്ത്രി പറയാൻ കേറുകൊണ്ട് പരിക്ക് പറ്റി നിൽക്കുമ്പോഴും പരിപാടിക്ക് പോയിട്ട് ആളുകളോട് പറയാൻ കുഴപ്പമില്ല, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, പെട്ടെന്ന് വണ്ടി കയറി തിരുവനന്തപുരത്ത് പോയി ഒരു കുഴപ്പവും കണ്ണൂരിൽ ഉണ്ടാക്കാതെ ഒരാളോടും ഒരു പരാതി പറയാതെ അവിടെ പോയി ആശുപത്രിയിൽ എന്തു പറ്റിയെന്ന് ഒരു ഒബ്സർവേഷനിൽ നിൽക്കുമ്പോ പിണറായി വിജയൻ പത്രസമ്മേളനം നടത്തിയിട്ട് പറയാൻ അയാൾ കള്ളക്കളി കളിക്കുകയാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കണം, അയാൾ കള്ളക്കളി കളിക്കുകയാണ്. ഇവിടെ വന്ന് ഈ അണികളെ പറഞ്ഞു വിട്ടത് പിണറായി വിജയൻ തന്നെ. ഞാൻ ചോദിക്കുന്നത്, പിണറായി വിജയൻ കൃത്യമായി ആസൂത്രണം ചെയ്ത് ജയരാജൻ നടപ്പിലാക്കിയ ഒരു അതിക്രമമാണ് ഈ മുഖ്യമന്ത്രിക്കെതിരെയുള്ളത്. ഒരു സംശയ കാര്യത്തിലില്ല, ഒരു സംശയമില്ല. കാരണം പിണറായി വിജയൻ ഏകദേശം കാര്യങ്ങളൊക്കെ അറിയാം. അച്യുതാനന്ദന് അടുത്ത മുഖ്യമന്ത്രി ആവാനാവില്ല. കാരണം ഹൈക്കോടതിയുടെ, സുപ്രീം കോടതിയുടെ പുതിയ പരാമർശത്തിൽ പുതിയ കേസുകൾ വന്നാൽ, CBI അന്വേഷണം തുടങ്ങിയാൽ അച്യുതാനന്ദൻ കേസിലെ പ്രതിയാവും. അതിൽ കക്ഷിയാണ്, ഒരു സംശയ കാര്യത്തിലില്ല. കക്ഷിയായാൽ അച്യുതാനന്ദൻ ഇതുവരെ പറഞ്ഞ മൂല്യങ്ങളിൽ അയാൾക്കൊരു തരിമ്പ് വിശ്വാസമുണ്ടെങ്കിൽ പിന്നെ ഒരു നിമിഷം അയാൾ ആ പ്രതിപക്ഷ സ്ഥാനത്ത് ഉണ്ടാവില്ല. അയാളുടെ നാച്ചുറൽ വെച്ച് സ്വാഭാവികമാണ്. പിന്നെ കൊടിയേരിയും പിണറായിയും തമ്മിൽ വളരെ ആന്തരികമായ ഒരു രാഷ്ട്രീയ മത്സരം നടക്കുന്നുണ്ട്. കാരണം അച്യുതാനന്ദൻ പോയാൽ പിന്നെ വരേണ്ടത് പിണറായിയാണ്. പിണറായി ആണെങ്കിൽ എന്താണ്, മറ്റേ ലവ്ലിൻ കേസിൽ പ്രതിയാണ്. എന്നാൽ ലവ്ലിൻ കേസ് വിട്ടാൽ അത് ഏറ്റവും വലിയ അടിയാവുക ആർക്കാണ്? നമ്മളുടെ കൊടിയേരിക്കാണ്. അതുകൊണ്ട് അവർ തമ്മിൽ ഒരു ശീതസമരം ഇതിനിടയിൽ നടക്കുന്നു. ആ ശീതസമരത്തെയും മറികടക്കാനാകുമെന്ന പിണറായിയുടെ വിശ്വാസം, എങ്ങനെയെങ്കിലും അധികാരത്തിലെത്താമെന്ന വിശ്വാസം, അതിനുവേണ്ടി അങ്ങനെ വിശ്വസിക്കുന്ന ആളാ പിണറായി. നിങ്ങളറിയാം, ഈ പിണറായിയുടെ വീടുമായി ബന്ധപ്പെട്ട് വമ്പിച്ച വിവാദം ഉണ്ടായിരുന്നല്ലോ, വലിയ വിവാദം. ഞാൻ യൂത്ത് ലീഗിന്റെ സംസ്ഥാന ഭാരവാഹി ഇരിക്കുന്ന സമയത്ത് എനിക്ക് ഓർമ്മയുണ്ട്, അത് വലിയൊരു പത്രസമ്മേളനം നടത്തി ഒരു വിഷുവാക്കി അതിന്റെ ഫോട്ടോ ഒക്കെ, ഒരു ഫോട്ടോ, വ്യാജ ഫോട്ടോ വന്നതിന്റെ പേരിൽ ഒരു ചെറുപ്പക്കാരന്റെ ജീവിതം പോയതൊക്കെ എല്ലാവർക്കും അറിയാം. അന്ന് പിണറായി വിജയന്റെ വീട് വലിയ വിവാദമായിരുന്നു. ഞാൻ ഇവിടെ നിങ്ങളുടെ തൊട്ടടുത്തുള്ള പാറാട്, നമ്മളുടെ ചന്ദ്രശേഖരന്റെ നാട്ടിലുള്ള ആൾ, ഏറാമലയിലുള്ള കുറച്ച് സഖാക്കൾ പിണറായി വിജയന്റെ വീട് കാണാൻ പോയി. അവിടെ ചെന്ന് നോക്കി, അവര് പാർട്ടിയിൽ നിന്ന് പുറത്താക്കി. നമുക്കൊക്കെ അറിയാവുന്നതാണ്. ഇവിടെ ഏതെങ്കിലും ഒരു സഖാക്കൾ ഉണ്ടെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ നാളെ പിണറായി വിജയന്റെ വീട്ടിലൊന്ന് പോണം. അവിടെ പാൾതാമസം ഉണ്ടോ നോക്കിയാൽ മതി. അവിടെ ആരും താമസിക്കണില്ല. ഇത്ര വലിയ വീട് കെട്ടിയിട്ട് പിണറായി വിജയൻ അവിടെ താമസിക്കണില്ല. പങ്കെടുത്ത സമ്മേളനം, അതിൽ അദ്ദേഹത്തിന്റെ അടുത്തിരുന്ന അത്യാവശ്യം ഏർപ്പാടുകളൊക്കെ നടത്തുന്ന ഒരു തങ്ങൾ പരിവേഷമുള്ള ഒരാൾ പറഞ്ഞു, നിങ്ങൾ ആ വീട്ടിൽ താമസിക്കാൻ പാടില്ല. കാര്യം എന്താണ്? ആ വീട്ടിൽ താമസിച്ചതിന് ശേഷമാണ് നിങ്ങൾക്ക് എല്ലാ വലയം വണ്ടിയും തുടങ്ങിയത്. അയാൾ പരിശോധിച്ച് നോക്കുമ്പോൾ വളരെ കറക്റ്റാണ്. ഏത് കമ്മ്യൂണിസ്റ്റ് ആയാലും അദ്ദേഹം നാസ്തികന്മാരാണല്ലോ, ആലോചിക്കുമല്ലോ. അങ്ങനെ അയാൾ കണക്കൂട്ടി നോക്കുമ്പോൾ ഫാരിസ് അബൂബക്കറിന്റെ വീട്ടിൽ പോയത് അത് നാട്ടുകാരറിഞ്ഞു. ഓന്റെ ബാഗ് മാറിയിട്ട് ഉണ്ട കുടുങ്ങിപ്പോയത് നാട്ടുകാരറിഞ്ഞു. അങ്ങനെ 100,000 പ്രശ്നം കമലയുടെ പേരിലുള്ള കമല ഇന്റർനാഷണൽ അതറിഞ്ഞു. സിംഗപ്പൂരിലേക്ക് പോകുന്ന ഫ്ലൈറ്റിൽ നിന്ന് അവാർഡ് കിട്ടിയ നാട്ടുകാരറിഞ്ഞു. പോരണ്ടാക്കി അതിനേക്കാൾ വലിയ ആകെ നോക്കുമ്പോൾ ഈ ലവ്ലിൻ കേസ് ആ കട്ടത് മുഴുവൻ അടിച്ചു മാറ്റാൻ പറ്റിയില്ല എന്ന് മാത്രമല്ല, അത് നാട്ടുകാർ മുഴുവൻ അറേഞ്ച് ചെയ്ത് ഭക്ഷണത്തിലാവും ചെയ്ത്. ഇതൊക്കെ സത്യം പറഞ്ഞാൽ നോക്കുമ്പോൾ ഈ വീടാണ്. അങ്ങനെ മൂപ്പര് ഞാൻ നാളെ വീട്ടിൽ വരാന്ന് പറഞ്ഞു. അങ്ങനെ പിറ്റേ ദിവസം അവിടെ പോയിട്ട് കണക്കും കബഡിയൊക്കെ നിരത്തി നോക്കി. ആ നോക്കുന്ന ഒരു സാധനമാണ്, ഇവന്റെ സ്റ്റേജിൽ കുത്തിർക്കണമെങ്കിൽ ആചാര്യ സാധനമായിരിക്കുമല്ലോ. അങ്ങനെ എല്ലാ കണക്കൊക്കെ നോക്കി. എന്നിട്ട് പറഞ്ഞു, ഒരു കാരണവശാലും വീട്ടിൽ നിൽക്കാൻ പറ്റില്ല. ഞാൻ കേരളത്തിലെ ഒരു MLA ഒരു കളവിനും തമാശക്കും നാട്ടുകാരെ ചിരിപ്പിക്കാൻ വേണ്ടി പ്രസംഗിക്കണമല്ല. ഞാൻ വെല്ലുവിളിക്കുക CPM-കാരാ. പിണറായി വിജയന്റെ വീട്ടിൽ അയാൾ ഇപ്പൊ താമസിക്കുന്നുണ്ട്, നിങ്ങൾ പോയി നോക്ക്. ഇല്ല. ഈ ജാതി മന്ത്രത്തിലും ഉറുക്കിലും വിശ്വസിക്കണ ഒരു ചങ്ങായിന്റെ കൂടിയ ചങ്ങായിമാർ നിങ്ങൾ പാർട്ടി എന്ന് പറഞ്ഞിട്ട് CPM എന്ന് പറഞ്ഞിട്ട് നടക്കണത് അറിയാമോ? ഈ ബാക്കിയുള്ള വിശ്വസിക്കണോ? അത് മതസംഘടനകൾ വിശ്വസിക്കണവരുണ്ടാവും, വിശ്വസിക്കാത്തവരുണ്ടാവും. അതോടെ മതമായിട്ടല്ലേ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറഞ്ഞിട്ട് നിങ്ങളെ കൊല്ലാനും തല്ലാനും വിടുകയാണ്. എന്ത് വിപ്ലവം? എവിടുത്തെ വിപ്ലവം? ഞാൻ ചോദിക്കട്ടെ, ഇവിടെ അച്യുതാനന്ദന് 70 വയസ്സ് 90 വയസ്സ് തികയുന്ന ദിവസം പോളിറ്റ് ബ്യൂറോയുടെ സ്റ്റേറ്റ്മെന്റ് വന്നു. അവൈലബിൾ പോളിറ്റ് ബ്യൂറോ എന്താ പറഞ്ഞത്? അച്യുതാനന്ദന്റെ സ്റ്റേറ്റ്മെന്റുകൾ പാർട്ടി വിരുദ്ധമാണ്, അത് വിശ്വസിക്കേണ്ടതില്ല. അല്ലേ? അത് വിശ്വസിക്കേണ്ടതില്ല. നിങ്ങൾ ആരെയാണ് CPM-കാരെ വിശ്വസിക്കാൻ പോണത്? പിണറായി വിജയനെയോ? 360 കോടി കക്ക് മാത്രമല്ല, സ്വന്തം ഭാര്യയുടെ പേരിൽ ഇവിടെ പലരും ചോദിക്കും, ഇതെങ്ങനെ കക്കും? പഞ്ചായത്ത് പ്രസിഡന്റുമാരോ അല്ല പഞ്ചായത്ത് മെമ്പർമാരോ ഏതെങ്കിലും ഒരു വീട്ടിന്റെ പൈസ വാങ്ങുമ്പോഴേക്ക് കൈക്കൂലി എന്ന് പറഞ്ഞ് പിടിക്കുന്ന രാജ്യത്ത് എങ്ങനെ 360 കോടിയൊക്കെ കക്കുന്നാണ്? അതറിയണമെങ്കിൽ ഇവരെ മക്കളെ കുറിച്ചൊന്ന് പരിശോധിക്കണം. ഇവരെ മക്കളെ കുറിച്ച് ഒറ്റൊരുത്തമിടല്ല.
ഒക്കെ പുറത്താണ്. ഇൻവെസ്റ്റ്മെന്റ് അവിടെയാണോ? ഇവിടുന്ന് കണക്ക് കിട്ടൂല. പിന്നെ വരുന്ന NRI വഴിയാണ്. എവിടുന്ന് പിടിക്കാൻ? ഈ തിരുവനന്തപുരത്ത് വമ്പിച്ച സമരം നടത്തിയല്ലോ സഖാക്കൾ. ആ സമരം പൊട്ടിപ്പൊളിഞ്ഞ് പാളീസായ സമയത്ത് ആ സമരത്തിന് ആവേശം കൂട്ടാൻ വേണ്ടിയിട്ട് നമ്മുടെ കൈകളിയും ദേശാഭിമാനിയൊക്കെ ദിവസം വാർത്തയായിരുന്നു. ഓരോ വാർത്ത എന്താണ്? ഇത്ര പേർക്ക് ഭോജനശാല ഒരുങ്ങുന്നു, ഇത്ര പേർ ഭക്ഷണം കഴിക്കാനിരിക്കും, ഒരേ സമയം ഇത്ര പേർക്ക് തിന്നാം, ഇന്ന വിഭവങ്ങളാണ്, ഇന്ന കലാപരിപാടികളാണ് എന്നൊക്കെ ഇങ്ങനെ ദേശാഭിമാനി അടിച്ചു വിട്ടുകൊടുക്കുകയാണ്. എന്നിട്ട് പറഞ്ഞു എന്താണ്? അവിടെ ശ്രീമതി ടീച്ചർ ഡാൻസ് ഉണ്ടായിരുന്നു, ആളുകൾ ഉണ്ടാക്കാനാണ്. അതുപോലെ തന്നെ തോമസ് ഐസക് ഉറങ്ങാതെ നടക്കുകയായിരുന്നു. കോടിയേരി സമരപ്പന്തലിൽ കിടന്നുറങ്ങി. പിണറായി വിജയൻ ഒരു 2 ബെഞ്ച് അടുപ്പിച്ചിട്ട് അവിടെ പായ വിരിച്ച് അവിടെ കിടന്നു. അച്യുതാനന്ദൻ സമരപ്പന്തലിൽ കിടന്നുറങ്ങി. ഇതൊരു വലിയ വാർത്ത പറഞ്ഞാൽ അതെങ്ങനെയുടെ വാർത്ത? അയാളെപ്പോഴും ഉറക്കാണ്. നിയമസഭയിലൊക്കെ രാവിലെ കൃത്യം. ഞാൻ ആദ്യമൊക്കെ വിചാരിക്കും ഇയാൾ ഇത്ര പ്രായമായിട്ട് എന്തൊരു കൃത്യനിഷ്ഠയാണ്, ഉറങ്ങാൻ വരികയാണ്. കാരണം നല്ല AC സൗകര്യമൊക്കെ രാവിലെ വന്നിട്ട് കൂർക്കം വരും. ഇടക്കിടക്ക് നമ്മളെ കൊടിയേരി ഇങ്ങനെ പുറത്തു പോയി വരുന്നതാണ്. ഞാൻ ഒരു ചോദിച്ചു, അല്ല സഖാ നിങ്ങൾക്ക് ഈ വല്ല ഷുഗറിന്റെ പ്രശ്നമുണ്ട് ഇങ്ങനെ മൂത്രമൊഴിക്കാൻ? ഇയാളെ കൂർക്കമ്പലി സഹിക്കുന്നവരുടെ വെറുതെ ഇടക്കിടക്ക് അറിയാവുന്നതാണ്. ആചാരി ആ അച്യുതാനന്ദൻ ഉറങ്ങണു എന്നുള്ളത് ഒരു വാർത്തയാണ്. എന്നിട്ട് ദേശാഭിമാനി അച്യുതാനന്ദൻ ഉറങ്ങി, ആയിക്കോട്ടെ, നിങ്ങൾക്ക് ഒരു ആവേശമാവട്ടെ, അച്യുതാനന്ദൻ ഉറങ്ങി. ഇതൊക്കെ പറഞ്ഞത് ദേശാഭിമാനി ഒരു സമയത്തും പറഞ്ഞില്ല. എന്ത്? സമരക്കാർക്ക് ആവേശമുണ്ടാക്കാൻ പിണറായിയുടെ മകൻ വിവേക് കിരൺ സമരപ്പന്തലിലെത്തി. പറഞ്ഞോ? ശ്രീമതി ടീച്ചറുടെ മോൻ വന്നോ? MA ബേബിയുടെ മോൻ പങ്കെടുത്തോ? തോമസ് ഐസക്കിന്റെ മോൻ അവിടെ ഉണ്ടായോ? നമ്മളെ കൊടിയേരിന്റെ മോൻ അവിടെ സ്ഥിരമായിട്ടൊന്ന് വന്ന് മുഖം കാണിച്ച് ഒരുത്തം പോയി. മറ്റോനോ? വന്നില്ല. ആരും വന്നില്ല. ഞാൻ ചോദിക്കട്ടോ സഖാക്കളെ, നിങ്ങളുടെ നേതാക്കന്മാരുടെ മക്കൾ ഒരൊറ്റ എണ്ണം പങ്കെടുത്തില്ല ആ സമരത്തിൽ? ഒക്കെ പുറത്ത്. പിണറായി 360 കോടി കട്ടാൽ മകനെ UK കൊടുത്തുവിടാം. കൊടിയേരി അതിനേക്കാൾ കൂടുതൽ കട്ടാൽ 2 മക്കൾ ദുബൈയിൽ നിന്ന് വെളുപ്പിച്ചോളും. ഇല്ലേ? ശ്രീമതി ടീച്ചറുടെ മോൻ മരുന്ന് കമ്പനി നടത്തി, അതും എക്സ്പോർട്ട് ചെയ്ത് വെളുപ്പിച്ചോളും. അത് കഴിഞ്ഞ് ഇപ്പുറത്ത് തോമസ് ഐസക്കിന്റെ മോൻ അമേരിക്കൻ പൗരനാണ്, അങ്ങോട്ട് കൊടുത്തുവിടാം. എടോ, കക്ക മാത്രല്ല സഖാക്കളെ, കക്കുന്നത് എവിടെ കൊണ്ടുപോയി നിക്ഷേപിക്കണമെന്ന് മുൻകൂട്ടി കണക്ക് കൂട്ടി അതിന് മക്കളെ വിദേശ രാജ്യങ്ങളിൽ വിന്യസിപ്പിച്ച പാർട്ടിയാണ് CPM എന്ന് പറയുന്നത്. അതുകൊണ്ട് അത് കണ്ടുപിടിക്കാൻ സഖാക്കൾ ഇവിടെ തേരാപാറ നടന്നാൽ കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. മാർക്സിസ്റ്റ് പാർട്ടിയുടെ സുഹൃത്തുക്കളോട് ഞാൻ പറയുന്നത്, മുസ്ലിം ലീഗുമായി രാഷ്ട്രീയമായ നിങ്ങളുടെ എല്ലാ പോരാട്ടത്തെയും രാഷ്ട്രീയമായി നിങ്ങൾ നടത്തുന്ന പോരാട്ടത്തെ അതേ ശക്തിയോട് നേരിടാൻ ഞങ്ങൾക്കൊരു പ്രയാസവുമില്ല. പക്ഷെ ഈ കളിക്കുന്ന കളി തീക്കളിയെ ജയരാജനെ പോലെയുള്ള രാഷ്ട്രീയ നിരീക്ഷണമില്ലാത്ത മനസ്സ് മുഴുവൻ മനുഷ്യന്റെ ചോരക്ക് കുതിക്കുന്ന ഇത്തരം ആളുകൾ, അവരെ പറഞ്ഞു വിട്ട് രാഷ്ട്രീയം പകർത്താൻ, ഇവിടുത്തെ മുസ്ലിം ലീഗിനെ ആക്ഷേപിക്കാൻ വേണ്ടി രാജ്യത്തിലെ തീവ്രവാദികളുടെ കൂട്ടുപിടിച്ചു നടക്കുന്നവരെ അവർ രാജ്യത്തിന് എത്രമാത്രം ശത്രുക്കളാണെന്ന് CPM ആലോചിക്കണം. നിങ്ങൾക്ക് വളർത്തേണ്ടത് SDPI ആണെങ്കിൽ, നിങ്ങൾക്ക് വളർത്തേണ്ടത് ജമാഅത്തെ ഇസ്ലാമി ആണെങ്കിൽ, നിങ്ങൾക്ക് വളർത്തേണ്ടത് PDP ആണെങ്കിൽ, നിങ്ങൾക്ക് വളർത്തേണ്ടത് NSS NDF ആണെങ്കിൽ നിങ്ങളായിപ്പോ. ആക്ഷേപമില്ല, ഞങ്ങൾക്ക് പരാതിയില്ല. പക്ഷെ അതുണ്ടാക്കുന്ന ദൂരവ്യായ പ്രത്യാഘാതം നിങ്ങൾക്കും തടുക്കാനാവാത്തതാണ്. മാർക്സിസ്റ്റ് പാർട്ടിക്കതല്ല, രാജ്യത്തിന് ദ്രോഹമുണ്ടാക്കുന്നതാണ്. അതുകൊണ്ട് മുസ്ലിം ലീഗിന് ജയരാജന്റെ സർട്ടിഫിക്കറ്റ് എന്തായാലും വേണ്ട. ജയരാജനെ പോലുള്ള ഒരാളുടെ സർട്ടിഫിക്കറ്റ് മുസ്ലിം ലീഗിന് എന്തെല്ലോ ആക്ഷേപങ്ങളെയാണ്. ഞാൻ ഒരുപാട് പറയാനും നിൽക്കണില്ല, എന്തെല്ലാം വ്യക്തിപരമായി. അല്ല, അതുപോലെ ഞാനുമായി ബന്ധപ്പെട്ട് കുറെ അദ്ദേഹം പറഞ്ഞു. ചോര ഇറങ്ങി വന്ന ഒരു ദിവസം പറഞ്ഞു, ചോര ഇറങ്ങി വന്ന ബില്ലാദൻ. അത് കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം പറയാൻ എന്താണ്, ചോര ഇറങ്ങി വന്ന നരേന്ദ്രമോദി. അതുകൊണ്ട് രണ്ടും കൂടി ഒന്നാവുക. ബില്ലാദനും നരേന്ദ്രമോദി ഒന്നായപ്പോൾ രാജ്യത്ത് വല്ല കുഴപ്പമുണ്ടോ? അത് രാജ്യത്ത് ഒരു തമ്മിലല്ലേ രാജ്യത്ത് പ്രശ്നം നടക്കുന്നത്, ലോകം മുഴുവൻ പ്രശ്നം നടക്കുന്നത്. ഈ ജാതി ഒരു അന്തം കമ്മി ചങ്ങായിയാണ്. അപ്പൊ കിട്ടുന്നത് അത് വായിൽ തോന്നിയ പോലെ പറയാ, അണികളെ വൈകാരികമായി ഉത്തേജിപ്പിക്കുക, അവരെ കൊല്ലാൻ വിടുക. ഷുക്കൂർ എന്ന കുട്ടിക്ക് അങ്ങ് തീർത്ത് കളയാൻ ഇയാളുടെ രോമത്തിന് പരിക്ക് പറ്റിയിട്ടില്ല. അറിയാലോ നിങ്ങൾക്ക്, ഒരു രോമത്തിന് പരിക്ക് പറ്റിയിട്ടില്ല. മുഖ്യമന്ത്രി ആക്രമിച്ചപ്പോ ക്ഷമിക്കണമെന്ന് മുഖ്യമന്ത്രി രാജ്യം ചർച്ച ചെയ്തതല്ലേ അത്. എന്നാ ആ കുട്ടിയെ കൊന്നുകളഞ്ഞപ്പോ ജയരാജന്റെ വണ്ടിയിലൊന്ന് തൊട്ടു എന്നതിന്റെ പേരിൽ എത്ര പേരുടെ വണ്ടിയിൽ ഇനി അങ്ങനെ വണ്ടിയിലൊക്കെ തൊട്ടാൽ ഇയാളങ്ങ് ഇന്നലെ പിണറായി പറഞ്ഞല്ലോ, എന്താണ് ഒരു ഇവരുടെ സഖാബിന്റെ കേശവപിള്ളയുടെ ഒരു ഓഫീസ്, ആരുടെ ഒരു ഓഫീസ്, കൃഷ്ണപിള്ളയുടെ ഓഫീസ് ആക്രമിച്ചു. ഇന്നത്തെ സ്റ്റേറ്റ്മെന്റ് നിങ്ങൾ വായിച്ചിട്ടുണ്ടാകും പത്രത്തിൽ. ഇതിനൊന്നും തിരിച്ചടി കൊടുക്കാൻ അറിയാഞ്ഞിട്ടല്ല പിണറായി പറയാൻ. ഇവരിങ്ങനെ കുറച്ച് തിരിച്ചടിക്കുന്ന ആൾക്കാർ, ബാക്കിയുള്ളവരോ ഇതൊക്കെ ആരാടോ ഇതൊക്കെ പറഞ്ഞത്?
മാന്യന്മാരായത് കൊണ്ടും ഒരു രാജ്യത്തിന്റെ വ്യവസ്ഥിതി നിൽക്കണമെന്ന് വിചാരിക്കുന്നത് കൊണ്ടാണ് മുഖ്യമന്ത്രിയും മന്ത്രിയുടെ പാർട്ടിയും ഞങ്ങളൊക്കെ മര്യാദ കാണിക്കുന്നത്. പിണറായി വിചാരൻ അത് കണ്ടിട്ട് നിങ്ങളങ്ങോട്ട് ഏമാത്തിക്കളിയും കേരളത്തെ എന്നൊന്ന് വിചാരിച്ചാൽ അതൊക്കെ വിഡിത്താൻ. ഇതൊരു ജനാധിപത്യ രാജ്യമാണ്. അതുകൊണ്ട് ജനാധിപത്യത്തിൽ പൂർണ്ണമായി വിശ്വസിക്കുന്നു. എന്നാൽ നിങ്ങൾക്ക് ഈ ജനാധിപത്യം ഒന്നും ബാധകല്ല എന്ന് വെച്ച് നിങ്ങളങ്ങോട്ട് ഇറങ്ങിയാൽ ഒരു തൽക്കാലം ഒരാഴ്ചത്തേക്ക് ഞങ്ങളും ഇറങ്ങും. പിന്നെ ബീബരറിയും പിണറായി വിജയന് അങ്ങനെ പോകാൻ ബീബരറിയും. അതൊക്കെ ബുദ്ധിമുട്ടുള്ള ഏർപ്പാടാണ്. അതൊക്കെ എന്നിട്ട് ഇയാള് വലിയ വെല്ലുവിളിക്കുക. അത് എല്ലാരെയും പള്ളിയിലെത്തനത്തെറി, മുസ്ലിയാക്കന്മാരെത്തറി, നാട്ടുകാർ. ഈ കേരള സംസ്ഥാന പിണറായി വിജയനും പി ജയരാജനും തറവാട്ട് സ്വത്തായിട്ട് വിഹിതം കിട്ടിയതാണോ നാട്ടുകാരെ വിടുവാൻ പറയാൻ? എല്ലാരെയും തെറി വിളിക്കുക. ഇയാളാര്? ഈ ജയരാജനും ഈ പിണറായി ആരെയാ നിങ്ങൾ? എല്ലാവരെയും തെറി വിളിച്ച് എല്ലാവരെയും ആക്ഷേപിച്ച് അങ്ങനെ തിരിച്ചങ്ങോട്ട് പറയാൻ സാംസ്കാരികമായി ഇത്തിരി ഔന്നത്യമുള്ളത് കൊണ്ടും ചില മൗലികതകൾ ഉയർത്തിപ്പിടിക്കുന്നത് കൊണ്ടും ഞങ്ങൾ പറയണില്ല. പക്ഷെ പറയിപ്പിക്കാൻ ജയരാജനൊക്കെ തുടങ്ങിയാൽ, ജയരാജനോട് നിയമസഭയിൽ ഒരിക്കലും പറഞ്ഞിരുന്നു, ജയരാജ ആ കഥ പറയണോ? പിന്നെ ജയരാജൻ എഴുന്നേറ്റിട്ടില്ല. ജയരാജ ഒരുപാട് കഥ നമ്മൾ പറയും. പിന്നെ റോട്ടിലിറങ്ങാൻ മുണ്ടിട്ടിറങ്ങേണ്ടി വരുന്ന ഗതികേട് ഓരോരുത്തരുടെ അടുത്തുണ്ട്. അതുകൊണ്ട് അതൊന്നും പറയിപ്പിക്കണ്ട. മാന്യതയുടെ രാഷ്ട്രീയമാവാം. അതിന് ഞങ്ങൾക്കും വലിയ സന്തോഷമാണ്. മാന്യത കെട്ട പണിക്ക് പോയാൽ അതേ നാണയത്തിൽ തിരിച്ചടിക്കാൻ പറ്റിയ ആൾക്കാരൊക്കെ മുസ്ലിം. ഞാൻ ഒന്നുകൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാനും നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. 68 കൊല്ലയില് 68 കൊല്ലം വെറുതെ ഒരു സംഘടനക്ക് വരാൻ പറ്റുമോ? 20 MLA കേന്ദ്രത്തിൽ മന്ത്രി ഉണ്ടാവുക, 5 മന്ത്രിമാരുണ്ടാവുക. നിങ്ങളൊക്കെ ഇങ്ങനെ തൊട്ടിലിട്ടിട്ട് വാവോ എന്ന് പറഞ്ഞ് വാട്ടിയിട്ടുണ്ടാക്കിയതാ? അല്ലടോ, എന്നെക്കാളൊക്കെ വല്ല പുലികൾ വന്നിട്ട് അവരോട് പൊരുതിയിട്ട് ആൺകുട്ടികളെ പോലെ പൊരുതിയിട്ടാണ് ഈ കാലയളവിലെത്തിയത്. അതുകൊണ്ട് നിങ്ങൾ വളർത്തിക്കൊണ്ടൊന്നുമല്ല. അതുകൊണ്ട് കുറെ വൃത്തികേടും തോന്നിയാസവും പറഞ്ഞാൽ ഈ കൊടിയും അഴിച്ചിട്ട് വീട്ടിൽ പോകുന്നു വിചാരിക്കാൻ വേണ്ട. ഇതിന്റെ 10 ഇരട്ടി ശക്തി